السلام عليكم ورحمة الله وبركاته. لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. صدق الله مولانا العظيم وصدق ما ظن العنكبوت على خير البرية لم تنسج ولم تهمي. وقاية الله أغنت عن مضاعفتي من الدروع وعن آل من الأطم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى أمة سيدنا ومولانا محمد. ചോരയിൽ കുതിർന്ന കണ്ണീരുമായി ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഖസീദത്തുൽ ബുർദയുടെ ആശയതലങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ 10 ദിവസം കൊണ്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം പോലും എത്താതെ ഞങ്ങൾ ക്ഷീണിക്കുകയാണ്. അവിടെയാണ് ഇമാം ബൂസീരി പറഞ്ഞ ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു നാതിഖും ബിഫമി എന്നത് ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത്. ഹബീബുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഹബീബിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ എത്ര പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വലിയ വിശാലമായ പരന്നു കിടക്കുന്ന ആഴമേറിയ ഒരു വലിയ കടലാണ്, സാഗരമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ അറിയാവുന്ന വിഷയം ഒന്നുകൂടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇമാം ബൂസീരി പറഞ്ഞതുപോലും എവിടെയും എത്തിയിട്ടില്ലെന്നതാണ് സത്യം. എന്നാൽ ആ ബൂസീരി ഇമാം പറഞ്ഞതിന്റെ ഭാഗത്ത് പോലും നമുക്കത് വിശദീകരിക്കുമ്പോൾ എത്തിക്കാൻ, അതിൻ്റെ ഒരു ഭാഗം പോലും ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ സദുദ്യമത്തിന് വേണ്ടിയാണ് നാം മുതിർന്നിരിക്കുന്നത്. ആയതുകൊണ്ട് പടച്ചതമ്പുരാൻ നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒരു സാലിഹായ അമലായി സ്വീകരിച്ച് ഹബീബിനെ സ്നേഹിച്ചത് കാരണം സ്വർഗം ലഭിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 7 ദിവസത്തെ പ്രഭാഷണം 2 ദിവസവും കൂടെ കൂട്ടി നാം നവദിനമാക്കി നീട്ടിയിട്ടും എവിടെയും എത്തിക്കാൻ സാധിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെയും കൂടെ ഉള്ളുവല്ലോ നമ്മുടെ സദസ്സ് എന്ന ആ ഒരു തിരിച്ചറിവ് കൊണ്ട് ഇന്ന് പരമാവധി വിഷയങ്ങൾ നമുക്ക് തള്ളി നീക്കണം. അതേസമയം വിശദീകരണമില്ലാതെ വരികൾ മാത്രം പോകുന്നതിൽ വിഷമവുമുണ്ട്. സംഭവങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകൾ സദസ്സിലിരിക്കുന്നുണ്ട്. എല്ലാം ചില സൂചനകൾ മാത്രമാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി നൽകുന്നത്. അതൊക്കെ വിശദീകരിക്കുമ്പോഴേക്ക് ഒരുപാട് സംഭവങ്ങൾ അതിനൊക്കെ പറയുമ്പോഴേക്ക് സമയം പിടിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് വരികൾ വളരെ പ്രധാനപ്പെട്ട വരികൾ, എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് നോക്കുമ്പോൾ തോന്നുന്നു. എന്നാലും ഏറെക്കുറെ അത്യാവശ്യമെന്ന് തോന്നുന്ന വരികൾ മാത്രം എടുത്താണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നാളെ തൊട്ട് ഒറ്റ ഒരു ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. നാളത്തെ ഒരൊറ്റ ദിവസം എന്നതുകൊണ്ട് യാ അക്രമൽ ഖൽഖി മാ ലീമൻ അരൂദു ബിഹി എന്നത് തൊട്ടുള്ള നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി നമ്മുടെ ആവശ്യങ്ങൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പൊറുക്കാൻ വേണ്ടി സമർപ്പിക്കുന്ന ആ ബൈത്ത് മുതൽ നമുക്കൊക്കെ എപ്പോഴും കാണാതെ അറിയാവുന്ന, പലർക്കും യാക്രമ ബൈത്ത് ബുറുദയുടെ ബാക്കിയാണെന്ന് പോലും അറിയാത്തവർ പലപ്പോഴും ഉണ്ട് സാധാരണക്കാരുടെ കൂട്ടത്തിൽ. അങ്ങനെ ചിലരൊക്കെ യാക്രമ ബൈത്ത് വേറെയൊന്നും ബുറുദ വേറെ ഒന്നുമായിട്ട് മനസ്സിലാക്കി പോയിട്ടുണ്ട്. കാരണം അത്രത്തോളം യാക്രമ ബൈത്ത് എല്ലാവരും മനഃപ്പാടമാക്കി വെച്ചതാണ്. അതുകൊണ്ട് അതിൽപ്പെട്ട ഏതാനും വരികളായിരിക്കും നാളെ ചർച്ച ചെയ്യുക. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ, അമാനുഷിക ശക്തികൾ, ആ അമാനുഷിക കഴിവുകൾ പറയുന്നതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ മുഴുവനായി പറയാൻ കഴിയില്ല. കാരണം 2 പേജ് മുഅ്ജിസത്തുകൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഖുർആനിന്റെ ഷറഫ്, ഖുർആനിന്റെ പവർ, ഖുർആനിന്റെ മഹത്വം, ഇത് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി 2 പേജ് അതും പറയുന്നുണ്ട്. അതുപോലെ ഇസ്രാ മിഅ്റാജ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏകദേശം 1.5 പേജോളം അതും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെ വിശദീകരിക്കും? അതുകൊണ്ട് ഈ 3 വിഷയങ്ങളിലെയും ഏതാനും ചില വരികളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് തുടങ്ങുകയാണ്. ഇന്നലെയൊക്കെ പറഞ്ഞത് റസൂലുള്ളാഹിയുടെ ജന്മസമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് മുമ്പുണ്ടാകുന്ന സംഭവങ്ങൾക്ക് ഇർഹാസാത്ത് എന്നാ പറയുക. ആ അത്ഭുത സംഭവങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിന്റെ, പ്രവാചകത്വം ലഭിച്ചതിന്റെ ശേഷമുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങള്, ഇതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. എന്നാൽ ഇതും നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനും ഇർഹാസാത്തിൽപ്പെട്ട, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പുണ്ടായ ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലേക്കും സൂചന നൽകുന്നുണ്ട്. ശേഷവും സംഭവിച്ചിട്ടുണ്ട്. അതാണ് മരങ്ങൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് സുജൂദിലായി വന്നു കിടന്നു എന്ന് പറയുന്നത്. മരങ്ങൾ ഹബീബിന്റെ മുമ്പിലേക്ക് സുജൂദിലായി വന്നു കിടന്നു എന്ന് പറയുന്നത് ആ ഭാഗത്തിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി അതിനെ കവിതയായി രചിച്ചത് ജാഅത് ലിദഉവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറയുന്നു, ജാഅത് ലിദഉവതിഹി, ഹബീബ് വിളിച്ചപ്പോൾ വന്നു. ജാഅത് ലിദഉവതിഹി, നബിയുടെ വിളിക്കുത്തരം കേട്ട് വന്നു. അൽ-അഷ്ജാറു, വൃക്ഷങ്ങളും മരങ്ങൾ നബി വിളിച്ചപ്പോൾ നബിയുടെ അടുത്തേക്ക് വന്നു. സാജിദതൻ, സാഷ്ടാംഗം നമിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വിനയപൂർവം അവ വന്നു. അല്ല, വന്നു സുജൂദിൽ വീണ രംഗങ്ങളുമുണ്ട്. സാജിദതൻ, വിനയത്തോടുകൂടെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് സുജൂദിലായിട്ട് അവർ വരുന്നു. മരങ്ങൾ നബി തങ്ങൾ വിളിച്ചപ്പോൾ എങ്ങനെയാ വന്നത്? തംശീ ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി, നബിതങ്ങളിലേക്ക് ആ മരങ്ങൾ നടന്നു വരുന്നു. അലാ സാഖിൻ ബിലാ ഖദമി, നമ്മൾ നടക്കുന്നത് നമുക്ക് പാദമുണ്ടായതുകൊണ്ടാണ്. നമ്മുടെ കാൽപാദം നമുക്കുള്ളത് കൊണ്ടാണ്. കാലിന് പാദമുണ്ട്. പാദമില്ലെങ്കിൽ നേരെ നിൽക്കുന്ന കാലിൽ നമുക്ക് നടക്കാൻ കഴിയില്ല. എന്നാൽ പാദമില്ലാത്ത വെറും തണ്ടം കാലില്, പാദമില്ലാത്ത തണ്ടം കാല് പോലെയാണല്ലോ മരങ്ങൾ നേരെ ഉയർന്നു നിൽക്കുന്ന ലംബമായ രൂപത്തിൽ. അങ്ങനെ തന്നെ മരങ്ങൾ നടന്നു. തംശീ ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി, പാദങ്ങളില്ലാത്ത കാലില് ആ വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചപ്പോൾ നബി തങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇതൊരു വലിയ അത്ഭുതമായി പറയുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ ഹബീബ്, ഒരിക്കൽ ഒരു സദസ്സിൽ ഹബീബ് ഇങ്ങനെ ഇരിക്കുമ്പോ നബി തങ്ങളുടെ അടുത്തേക്ക് ഒരു അഅറാബി ഇങ്ങനെ കയറി വരുന്നു. ആ അഅറാബി വിശ്വസിച്ചിട്ടുണ്ട്. അടുത്ത് വിശ്വസിച്ച നവമുസ്ലിമാൻ, ഈ പുതുമുസ്ലിമായ അഅറാബി കയറി വന്നിട്ട് പറയുന്നു, അരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീനൻ യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം. അസ്ദാദു ബിഹി യഖീനാ, ആ അത്ഭുതം നിങ്ങൾ കാണിച്ചു തരുന്നതോടുകൂടെ ഞാൻ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹം പറഞ്ഞത് അതാണ്, ഇന്നി അസ്ലംതു ഫഅരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീനൻ യാ റസൂലല്ലാഹ്.
നബിയെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് വന്നതാണ്, മുസ്ലിമായി അങ്ങയെ സമീപിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം. അസ്ദാദു ബിഹി യഖീന. ആ അത്ഭുതം കാണുമ്പോൾ, ആ മുഅ്ജിസത്ത് കാണുമ്പോൾ എന്റെ ഈമാൻ ഒന്നുകൂടെ തറോ ആകും. അതിന് പറ്റുന്ന ഒരു ഈമാൻ, അതിന് പറ്റുന്ന ഒരു അത്ഭുത സംഭവം എനിക്ക് ഇങ്ങോട്ട് കാണിച്ചു തരണം, ഒന്നും കൂടെ ഈമാൻ ഇങ്ങോട്ട് കട്ടിയാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് എന്തു വേണം? അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, നിനക്ക് എന്തു വേണം അതിങ്ങ് പറ, എന്താ ഞാൻ നിനക്ക് കാണിച്ചു തരേണ്ടതെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം പറയുന്നു, നബിയെ, അങ്ങ് ദൂരെ നിൽക്കുന്ന ആ മരമില്ലേ, ദൂരെ കാണുന്ന ആ വളർന്നു പന്തലിച്ചു നിൽക്കുന്ന മരം, അത് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങു വരണം, നിങ്ങളുടെ മുമ്പിൽ വന്ന് സുജൂദിലായി വീഴണം, എന്നാൽ അതോടുകൂടെ ഞാൻ നിങ്ങളെ വിശ്വസിക്കുമെന്ന് ഞാൻ നിങ്ങളിൽ വിശ്വസിച്ച ആ വിശ്വാസം ഒന്നും കൂടെ അതിന് മാറ്റുകൂടും നബിയേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചെല്ല്, നീ തന്നെ നടക്ക്, ആ മരത്തിന്റെ അടുത്ത് ചെന്ന് ആ മരത്തെ തൊട്ട് നീ പറയണം, യാ ശജറത്തു അജീബി റസൂലല്ലാഹ്, വൃക്ഷമേ, നിന്നെ നിന്റെ ഹബീബ് വിളിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് വിളിക്കുന്നുണ്ടെന്ന് പറയണം, അള്ളാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നുണ്ടെന്ന് പറയണം, വരും ആ വൃക്ഷം, നീ ചെന്ന് പറഞ്ഞാൽ മതി. ഈ മനുഷ്യൻ പോയി ആ മരത്തെ തൊട്ടിട്ട് പറഞ്ഞു, യാ ശജറത്തു അജീബി റസൂലല്ലാഹ്, വൃക്ഷമേ, നിന്നെ അള്ളാഹുവിന്റെ തിരുദൂതര് വിളിക്കുന്നുണ്ട്, അതിന് ഉത്തരം ചെയ്യണം. ഉടനെ തന്നെ മരം വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും മരമൊന്നങ്ങിളകി ആടി ഉലഞ്ഞതിന്റെ വേരറുത്തുകൊണ്ട് അതാ മരം നടന്നു വരുന്നു. മനുഷ്യൻ നടക്കുന്നത് പോലെ ലംബമായി നടക്കുന്നു. നടുവഴിക്ക് വൃത്തിയുള്ള എഴുത്ത്, ആ മരത്തിന്റെ ചില്ലകളെ കൊണ്ട് എഴുതാൻ പറ്റുന്ന രൂപത്തിലുള്ള വളയാത്ത തിരിയാത്ത ഒരു നേർരേഖ അങ്ങ് വരഞ്ഞതുപോലെയുണ്ട്. എന്താണ് ഇമാം ബൂസിരി പറഞ്ഞത്? ആ മരം വന്ന നടത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആടി വളയുക പോലും ചെയ്തിട്ടില്ല. നേരെ സത്രൻ, അതൊരു നേർരേഖ അങ്ങ് വരച്ചതുപോലെയുണ്ട്. ലിമാ കതബത്ത് ഫുറൂഹ, ഈ മരത്തിന്റെ ചില്ലകൾ കൊണ്ട് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ. കാരണം അന്നൊക്കെ പേനകളായി ഉപയോഗിക്കുന്നത് മരച്ചില്ലകളാണ്. അപ്പൊ പേന പിടിച്ച് എഴുതാൻ, ഈ മരത്തിന്റെ ചില്ലകൾ പൊട്ടിച്ച് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ വളയാതെ എഴുതണമെങ്കിൽ, വൃത്തിയുള്ള എഴുത്തെഴുതണമെങ്കിൽ ഒരു വരയുണ്ടായിരിക്കണം. നാം കോപ്പിയിൽ എഴുതി പഠിക്കാറുണ്ട്, നേർരേഖയിൽ വരയുള്ള പുസ്തകത്തിൽ എഴുതാറുണ്ട്, വരയാതിരിക്കാൻ. അപ്പോൾ മരച്ചില്ലകൾക്ക് എഴുതാൻ, വൃത്തിയുള്ള എഴുതാൻ പറ്റുന്ന പാകത്തിൽ ഒരു നേർരേഖയായിട്ട് നടുവഴിക്ക് വലിയ ഒരു വര, ഒരു വലിയ നേർരേഖ എന്ന് സൃഷ്ടിച്ചു. ഈ മരം പോയ വഴിക്ക് അത്രയും ഭംഗിയായിട്ട് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ആ മരം വന്നത്. അങ്ങനെ ഈ മരം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സുജൂദിലായി അങ്ങ് വീഴുന്നു. ആ സമയത്ത് ഈ അറാബി പറഞ്ഞു, ഹസ്ബി ഹസ്ബി യാ റസൂലല്ലാഹ്, മതി നബിയേ, മതി, എമ്പാടും മതി നബിയേ, എനിക്കെമ്പാടും മതിയായിട്ടുണ്ട്, എന്റെ ഈമാൻ ശരിക്കുറച്ചിട്ടുണ്ട് നബിയേ. ഉറപ്പിച്ചങ്ങ് പറഞ്ഞു, ഇനിയൊരു പോരായ്മയുമില്ല റസൂലേ. ഹസ്ബി ഹസ്ബി യാ റസൂലല്ലാഹ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? ഈ മരം അവിടെ തന്നെ പോയി നിൽക്കട്ടെ. തങ്ങൾ പറഞ്ഞു, ആ മരത്തോട് വന്നിടത്ത് തന്നെ പോയി നിന്നോ. അതേ രൂപത്തിൽ അത് തിരിച്ചുപോയി ആ സ്ഥലത്ത് തന്നെ പൂർവ്വസ്ഥിതിയിൽ അത് നിലയുറപ്പിച്ചു. ഇത് ബൈത്താക്കി പറഞ്ഞതാണ് മഹാനായ. ഇത് ഒരു സംഭവം മാത്രമല്ല, വേറെയും ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ നബിതങ്ങളിലേക്ക് സുജൂദിലായി വന്നു എന്ന് പറഞ്ഞത് വേറെയും രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങളുടെ മുമ്പിലേക്ക് മരങ്ങൾ ചാഞ്ഞു വന്നു എന്നത് വേറെയും സംഭവങ്ങളുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ, പിന്നെ അവിടെ സംശയിക്കാൻ വകുപ്പില്ലല്ലോ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ദഹബ യഖ്ദി ഹാജത്തുൽ ഇൻസാൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയി. മലമൂത്ര വിസർജനത്തിനെന്തിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി എന്ന് സങ്കല്പിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോയി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനവറ ഫലം യജിദ് ശൈഅൻ യസ്തതിറു ബിഹി. മലമൂത്ര വിസർജനം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരു മറ വേണമല്ലോ മുമ്പിൽ, അത് കിട്ടിയില്ല റസൂലുള്ളാഹിക്ക്. ആ മരുഭൂമിയിൽ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കി, ഒന്ന് മറഞ്ഞിരിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുമാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ നോക്കി, നാലുപാടും ഇങ്ങനെ നോക്കി എന്തെങ്കിലും ഉണ്ടോ. വഇദാ ബിശജറതൈനി ബിശാതിഇൽ വാദി. ഇദാ ഈ വാദിയുടെ വക്കത്ത് രണ്ട് വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. രണ്ടു ഭാഗത്ത്, ഈ തെരുവിന്റെ രണ്ടു ഭാഗത്തായി രണ്ട് വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. അല്പം ദൂരെയായിട്ട് നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങൾ എന്നർത്ഥം. അത് മറയാക്കണമെങ്കിൽ അത് തൊട്ടടുത്തേക്ക് വരണം. അതിന്റെ മരച്ചില്ലകൾ പരസ്പരം കോർത്ത്, കൊമ്പുകൾ കോർത്ത് തൂങ്ങി നിന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന് ആ മറയിൽ തന്റെ ആവശ്യം നിർവഹിക്കാം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? അതാ നബി തങ്ങൾ ആ രണ്ടു മരത്തിൽ ഒരു മരത്തിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. അതിന്റെ ഒരു ചില്ല അള്ളാഹുവിന്റെ ഹബീബ് പിടിച്ചു. ആ മരക്കൊമ്പിൽ, ആ മരത്തിന്റെ കൊമ്പിൽ നിന്നൊരു കൊമ്പ് പിടിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇൻഖാദി മഈ, എന്റെ കൂടെ അനുസരണം കാണിക്കണം, ഞാൻ വിളിച്ചിടത്തേക്ക് വരണം. അതാ മരം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വരുന്നു. കണ്ടോ നിങ്ങൾ, ഇതാണ് ഇതൊന്നും ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി എന്തോ ഒരു ഭ്രാന്തിൽ എഴുതിയ കവിതകളാണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരത്തിന്റെ ചില്ലയിങ്ങ് പിടിച്ചപ്പോ അതാ മരം റസൂലുള്ളാഹിയുടെ കൂടെ വരുന്നു. ഇൻഖാദി മഈ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതിയുണ്ട് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പം ഫംഖാദതു മഅഹു ഹത്താ അത്തശജറത്തുൽ ഉഖറാ, ആ മരം അല്ലാഹുവിന്റെ റസൂല് അതാ അതിന്റെ ഒരു കൊമ്പ് പിടിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മൃഗത്തിന്റെ കയറും പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെ. അങ്ങനെ ഹത്താ അത്തശജറത്തുൽ ഉഖറാ, മറ്റേ മരത്തിന്റെ അടുത്തെത്തി. മറ്റേ മരത്തിന്റെ അടുത്തേക്കെത്തി. എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ മരത്തിന്റെ അടുത്ത് ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആ മരത്തിന്റെ പാഹദ ബിബാദി അഗ്സാനിഹ, അതിന്റെ ഒരു കൊമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. ഇടത്തെ കൈ കൊണ്ട് അതിന്റെ ഒരു കൊമ്പും പിടിച്ചു, വലത്തെ കൈയിൽ ഇതിന്റെ കൊമ്പും ഉണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ദാ എനിക്ക് ഒന്ന് മൂത്രമൊഴിക്കണം, അതിനൊരു മറ അത്യാവശ്യമാണ്, നിങ്ങൾ രണ്ടാളും ഒന്ന് സഹകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വൃക്ഷ ശിഖരങ്ങളോട് പറയുകയാണ്. ഈ വൃക്ഷത്തിന്റെ കൊമ്പുകളോട് പറഞ്ഞ സമയത്ത് അവരെന്തു ചെയ്തു? അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ അതും വന്നു. വഖാല ലഹുമാ, നബി തങ്ങൾ അവരോട് രണ്ടുപേരോടും പറഞ്ഞു, ഇൽതഇമാ അലയ്യ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി ഒന്ന് കൂടി നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫൽതഅമതാ, അവർ രണ്ടുപേരും ഒട്ടിച്ചേർന്ന് കൂടി നിന്നു. സുമ്മ ബഅദ ഇൻഖിദാഇ ഹാജതിഹി ഇഫ്തറഖതാ, നബി തങ്ങളുടെ ആവശ്യ നിർവഹണം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അതുപോലെ രണ്ട് ധ്രുവങ്ങളിലേക്ക് അകന്നൊറ്റപ്പെട്ടു നിന്നു. നോക്കൂ, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണിത്. രണ്ടുപേരും അതാ വീണ്ടും എഴുന്നേറ്റു നിന്നു, ചാഞ്ഞു നിന്ന മരങ്ങൾ. എന്നിട്ട് അവർ പോയി അതാ അവരവരുടെ സ്ഥലത്ത് നിലയുറപ്പിക്കുന്നു. ഇത് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ പാട്ടിലിവിടെ ഓവർ ജാഅത്ത് ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി അതാ വീണ്ടും തുടരുകയാണ്. കഅൻ മിസ്ലൽ ഗമാമതി അന്നാസാറ സായിറതൻ തഖീഹി ഹർറവതീസിൽ ഹജീരി ഹമീദ്. ഈ മരങ്ങൾ വന്നത് ഏതുപോലെയാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് വിളിച്ചപ്പം മരങ്ങൾ വന്നു എന്ന് പറയുന്നത് മറ്റൊരത്ഭുതവും കൂടെ പറയാനുണ്ട്. അതിലേക്കങ്ങ് തട്ടിക്കാണ് ബഹുമാനപ്പെട്ടവര്. മിസ്ലൽ ഗമാമത്തി, മേഘം റസൂലുള്ളാഹിന്റെ കൂടെ വന്നതുപോലെ. മിസ്ലൽ ഗമാമത്തി, മേഘം പലപ്പോഴും റസൂലുള്ളാഹിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് തണലിട്ട് കൊടുക്കാൻ വേണ്ടി മേഘം റസൂലുള്ളാഹിയുടെ കൂടെ സഞ്ചരിക്കുന്നു.
അതാ മിസ്ലൽ ഗമാമതി അന്നാസാറ സായിറതൻ. അന്നാസാറ, അല്ലാഹുവിന്റെ ഹബീബ് എങ്ങോട്ട് സഞ്ചരിക്കുന്നോ, എങ്ങനെ പോകുന്നോ, വളഞ്ഞു തിരിഞ്ഞു പോകുകയാണെങ്കിൽ അങ്ങനെ മേഘവും കളിക്കും. ഇങ്ങോട്ടൊടിയുന്നെങ്കിൽ മേഘവും ഇങ്ങോട്ടൊടിയും, ഇങ്ങോട്ട് തന്നെ വരുന്നെങ്കിൽ മേഘവും ഇങ്ങോട്ട് വരും. എവിടെ പോകുന്നോ അവിടെയൊക്കെ, എങ്ങനെ സഞ്ചരിക്കുന്നോ അവിടെയൊക്കെ സായിറതൻ, മേഘവും കൂടെ സഞ്ചരിക്കുന്ന നിലയിലാണ്. അതേ രൂപത്തിൽ മേഘവും അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സഞ്ചരിക്കുന്നു. ചുട്ടുപൊള്ളുന്ന മധ്യാഹ്നത്തിലെ വെയിൽ ചൂട്, ആ വെയിലിന്റെ ചൂട്, സൂര്യന്റെ ചൂട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാക്കാനാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാക്കാനാണ്. ഹർറവതീസിൻ, നല്ല ചൂടുള്ള അടുപ്പിന്റെ ചൂട് അല്ലാഹുവിന്റെ ഹബീബിന് കാക്കണം. ലിൽ ഹജീരി ഹമീം, ചുട്ടുപൊള്ളുന്ന ഉച്ചസമയമാണ് ചുട്ടുപൊള്ളുന്ന മധ്യാഹ്ന സമയം. അപ്പോൾ അടുപ്പത്ത് തീയും കൂടെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ചൂടുണ്ടാകും. ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മിസ്ലൽ ഗമാമതി, മേഘങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അന്നാസാറ സായിറതൻ, അല്ലാഹുവിന്റെ ഹബീബ് സഞ്ചരിക്കുന്നിടത്തൊക്കെ ഈ മേഘങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ തുണയായിട്ട്. ഇതും ഒരു അത്ഭുതമാണ്, ബഹുമാനപ്പെട്ടവർ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന് മേഘം തണലിട്ട് കൊടുത്തു എന്നത് ഒരു വലിയ സംഭവമായി അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് അബൂ താലിബിന്റെ കൂടെ കച്ചവടത്തിന് പോകുന്ന അന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അബൂ താലിബിന്റെ കൂടെ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ നടന്നിട്ടുണ്ട്. നുബുവത്തിന്റെ ശേഷവും മുമ്പും ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അബൂ താലിബിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മറ്റു കുറെ ഖുറൈശി പ്രമുഖരുണ്ട്. ഒരുപാട് ഖുറൈശി പ്രമുഖരോടൊപ്പമാണ് ഫീ അശ്യാഹും മിൻ ഖുറൈശ് ഇലാ അൻ അശ്റഖു അലാ ബഹീർ അർ-റാഹിബ്. അങ്ങനെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഷാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ക്രിസ്തീയ പുരോഹിതനായ ബഹീറ എന്ന് പറയുന്ന പുരോഹിതന്റെ അടുത്തുകൂടെ ഇവർ യാത്ര പോകുന്നു. സാധാരണ പോകുന്നതാണ് ആ വഴിയിൽ. ബഹീറ എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹം വകാന ഫീ സൗമാതിഹി, അദ്ദേഹത്തിന്റെ ആരാധനാ മണ്ഡപത്തില് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വകാന ഫീ സൗമാതിഹി, അദ്ദേഹത്തിന്റെ ആരാധനാ മണ്ഡപത്തിലാണുള്ളത്, ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ അടുത്തുകൂടെ നടന്നു പോകുന്ന സമയത്ത് ഈ ക്രിസ്തീയ പുരോഹിതന്റെ അടുത്ത് ഫനസലു അൻഹു, യാത്രയില് വഴിവക്കില് സാധാരണ ഒന്ന് റെസ്റ്റിനു വേണ്ടി, വിശ്രമത്തിന് വേണ്ടി ഇടത്താവളങ്ങളിൽ ഇറങ്ങാറുണ്ട്. അതേ രൂപത്തിൽ അന്ന് അവരിറങ്ങിയത് ഈ റാഹിബിന്റെ, ഈ പുരോഹിതന്റെ ബഹീറയുടെ അടുത്താണ്. അപ്പോ സാധാരണ ഇവർ പോകാറുണ്ട്, അവിടെ ഇടങ്ങാറുണ്ട്. പക്ഷേ ബഹീറ അത് ശ്രദ്ധിക്കാറില്ല. ഇന്ന് അങ്ങനെയല്ല. ഇവരവിടെ ഇറങ്ങിയപ്പോ അവരുടെ യാത്രാ സംഘങ്ങളും യാത്രാ സാമഗ്രികളൊക്കെ അവരവിടെ ഇറക്കി. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിനെ ആ കൂട്ടത്തിൽ കണ്ട ബഹീറ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ബഹീറ വരികയാണ്. ഒരുപാട് ആളുകളുണ്ട്, സാധാരണ ഇവരിവിടെ ഇറങ്ങാറുണ്ട്, ഒന്ന് വിശ്രമിച്ച് നന്നായി റാഹത്തായിട്ട് അവർ തിരിച്ചു പോകാറ്, യാത്ര തുടരാറുമുണ്ട്. പക്ഷെ അന്നൊന്നുമില്ലാത്ത ഒരു സ്വഭാവം. ബഹീറ തന്റെ ആരാധനാ മണ്ഡപത്തിൽ നിന്ന് ഇങ്ങനെ ഒരു യാത്രാ വിഭാഗം ഇവിടെ ഇറങ്ങി റെസ്റ്റ് എടുക്കുന്നത് കണ്ടപ്പോ അതൊന്ന് കാണാൻ വേണ്ടി വരികയാണ്. ബഹീറ വന്നു. എന്തിനിത് കാണാൻ? ഒന്ന് കാണട്ടെ എന്ന് കരുതി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാ ബഹീറ വരുന്നത്. കാരണം ബഹീറ വലിയൊരു അത്ഭുതം. ദൂരെ നിന്ന് ഒരു യാത്രാ സംഘം വരുമ്പം ബഹീറ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ഇറങ്ങാറില്ല. വകാനൂ യമുറൂന ബിഹി ഖബല ദാലിക ഫലാ യഖ്റുജു ഇലൈഹിം. നേരത്തെയും ഈ റാഹിബിന്റെ, ഈ പുരോഹിതനാകുന്ന ബഹീറയുടെ അടുത്തുകൂടെ ഇവർ പോകാറുണ്ട്, അവിടെ ഇറങ്ങാറുണ്ട്. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ടിറങ്ങി വരാറില്ല. അതാ അദ്ദേഹം ഇങ്ങോട്ടിറങ്ങി വന്ന് അവരിൽ ആരോ, ആ ആളിങ്ങനെ ചിക്കിക്കുത്തി അന്വേഷിക്കുന്നുണ്ട്, ആരോ തെരഞ്ഞു പിടിക്കുന്ന ഒരു സ്വഭാവം കാണുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്തെത്തിയപ്പോൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് ചെറുപ്പക്കാരനാണ്, ചെറിയൊരു കുഞ്ഞാണ്. അതാ റസൂലുള്ളാഹി തങ്ങളെ കണ്ടിട്ട് ഈ ചെറിയ കുട്ടിയെ നോക്കിയിട്ട് ബഹീറ പറയുന്നു, ഹാദാ സയ്യിദുൽ ആലമീൻ, ഹാദാ റസൂലുള്ളാഹി യബ്അസുഹു റഹ്മത്തൽ ലിൽ ആലമീൻ.
ഇത് ലോക നേതാവാണല്ലോ, ഇത് അള്ളാഹുവിന്റെ തിരുദൂതരാണല്ലോ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അള്ളാഹു നിയോഗിക്കാൻ പോകുന്ന മഹാനാണല്ലോ ഇത്. ബഹീറ പ്രവചിച്ചു. അപ്പൊ ഇതാ ഈ ഖുറൈശി തമ്പുരാക്കന്മാര് കൂടെയുണ്ടല്ലോ. അവര് ചോദിച്ചു, ഫഖാല ലഹു അശ്യാഹു ഖുറൈശിൻ വമാ അഅലമക ബിഹാദാ, ഈ വിവരം എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയത്? ഞങ്ങളെ കൂട്ടത്തിലുള്ള ഈ ചെറിയ പയ്യനെ പിടിച്ച്, യതീമായ പയ്യനെ പിടിച്ച്, ഇത് വരുന്ന കാലത്ത് വലിയൊരു നേതാവായി മാറുമെന്ന് പറയാൻ ലോകാനുഗ്രഹിയായ തിരുദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് എന്ന പ്രവചനം നടത്താൻ നിങ്ങൾക്ക് എന്താണ് പ്രചോദനം എന്ന് അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന ഒന്നുമല്ല, ഇന്നകും ഹീന അശ്റഫ്തും മിൻ മക്കത വൽ ഗമാമതു തുളില്ലുഹു ഫൗക റഅസിഹി, നിങ്ങൾ മക്കയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഓരോ കുന്നും മലയും ഇറങ്ങി വരുമ്പോ ഞാൻ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ യാത്രാ സംഘത്തോടൊപ്പം മേഘം ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇവന് തണലിട്ട് കൊടുത്തുകൊണ്ട്, ഇവന് വെയിൽ കൊണ്ടുകൂടാ എന്ന് കരുതി ഈ കുഞ്ഞിന്റെ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേദഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ഇൻജീലിൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട്, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി. നടക്കുമ്പോൾ അദ്ദേഹത്തിന് മേഘങ്ങൾ തണലിട്ട് കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ യാത്രാ സംഘത്തിനെ തണലിട്ടു മേഘം ഇങ്ങനെ നീങ്ങുന്നത് കണ്ടപ്പോ ഈ കുട്ടിയെങ്ങാനും ഇക്കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ എന്റെ ആരാധനാ മണ്ഡപത്തിൽ നിന്ന് എന്റെ പതിവിന് വിരുദ്ധമായി ഞാൻ ഇവിടെ ഇറങ്ങി വന്നത്. ഇദ്ദേഹം പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. എന്നിട്ടോ ഈ കുട്ടിയെ ഞാൻ എങ്ങനെയാ തിരിച്ചറിഞ്ഞതെന്നറിയോ നിങ്ങള്? വലം മാത്രമല്ല, നിങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ, നിങ്ങൾ മക്കയിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഈ കുട്ടിക്ക് തണലിട്ട് കൊടുത്തുകൊണ്ട് മേഘം നീങ്ങുന്നുണ്ടായിരുന്നു. മാത്രമല്ല, വലം യബ്ക ഹജറുൻ വലാ ശജറുൻ ഇല്ലാ ഖറ ലഹു സാജിദാ, ഒരു കല്ലോ ഒരു മരമോ ഇദ്ദേഹം പോരുന്ന വഴിയില് ഇദ്ദേഹത്തിന് സാഷ്ടാംഗം നമിക്കാത്തതില്ല. ഇദ്ദേഹത്തിനോട് വിനയം കാണിക്കാത്ത ഒരൊറ്റ കല്ലോ ഒരു മരമോ ഞാൻ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കല്ലും മരവും ഒക്കെ സുജൂദ് ചെയ്യുക. വലാ യസ്ജുദാനി ഇല്ലാ ലിനബിയ്യ, പ്രവാചകനല്ലാതെ അത് സുജൂദ് ചെയ്യില്ല. പിന്നെ ഞാൻ നേരത്തെ എന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ച ഒരടയാളമുണ്ട്, അതുണ്ടോ എന്നാ ഞാൻ ഈ വന്ന് നിങ്ങളെങ്ങനെ തപ്പി നോക്കിയത്. അപ്പം നുബുവത്തിന്റെ മുദ്ര കൊണ്ടാണ്, നുബുവത്തിന്റെ മുദ്ര, തന്റെ തോളിലുള്ള നുബുവത്തിന്റെ മുദ്ര കൊണ്ടാണ് ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹിയെ തിരിച്ചറിഞ്ഞത്. ഇതും ഈ കുഞ്ഞിനുണ്ടല്ലോ. അതുകൊണ്ട് ഇത് പറഞ്ഞ് ഇവര് യാത്ര പോയി. തിരിച്ചു വരുന്ന സമയത്ത് ഇവരെ ഒന്ന് സൽക്കരിക്കണം. കാരണം ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് സൽക്കരിക്കലാണ്. ഈ യാത്രാ സംഘത്തെ സൽക്കരിക്കണമെന്ന് കരുതി തിരിച്ചു വരുമ്പോഴേക്ക് فصنع لهم طعاما فلما أتاهم به كان صلى الله عليه وسلم في رعاءة الإبل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ ഇവരെ ഭക്ഷണം ഉണ്ടാക്കി ഇവരെ സൽക്കരിച്ചു. അപ്പൊ ഇവരൊക്കെ വന്നു ഭക്ഷണത്തിന്. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തെ പരിപാലിച്ചുകൊണ്ട്, ഒട്ടകത്തിന് തീറ്റ കൊടുത്ത്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ബഹീറ കാര്യമായിട്ട് ലക്ഷ്യമിട്ടത് ഇക്കുട്ടിയെയാണ്. ബഹീറ വീണ്ടും ആളെ വിട്ടു. അങ്ങോട്ട് ആളെ വിട്ടിട്ട് റസൂലുള്ളാഹിനെ വരുത്തി. ഫഅർസലൂ ലഹു ഫഅഖബൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. വഅലൈഹി ഗമാമത്തുൻ തുബില്ലുഹു. നബി തങ്ങൾ വരുമ്പോൾ നബി തങ്ങളുടെ പിന്നാലെ അതാ മേഘം തണലിട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. ബഹീറ പറഞ്ഞു, നോക്കൂ നോക്കൂ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ കുഞ്ഞൻ വരുമ്പോൾ ഈ കുഞ്ഞന്റെ മുകളിൽ നിങ്ങൾ കണ്ടോ മേഘം അദ്ദേഹത്തിനനുസരിച്ച് നീങ്ങുന്നത്. കഴിഞ്ഞില്ല, കേറി വന്നിട്ട് ഒരു മരച്ചുവട്ടിലാണ് ഇവരിയ്ക്കുന്നത്. ചുവട്ടിലാണ് ഇവർക്ക് ഭക്ഷണം ഒരുക്കിയത്. ആ മരച്ചുവട്ടിൽ, നല്ല തണലുള്ള മരച്ചുവട്ടിൽ ഇവരൊക്കെ ഇരുന്ന് ഫുള്ളായിട്ടുണ്ട്. അവിടത്തേക്കാണ് റസൂലുള്ള കയറി വന്നത്. ഫലമ്മാ ജലസ വകാനൂ ഖദ് സബഖൂഹു ഇലാ ഫൈഇശ് ശജറ. ഈ വൃക്ഷത്തിന്റെ തണൽ ഇവർ തന്നെ നേരത്തെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് റസൂലുള്ളാന്റെ മുമ്പ്. അങ്ങനെ റസൂലുള്ള അങ്ങ് വന്ന് ഇരുന്നപ്പോ റസൂലുള്ളാക്ക് തണലില്ല. ഫമാലത്ത് ഇലൈ, അപ്പോൾ ഈ വൃക്ഷം അള്ളാഹുവിന്റെ ഹബീബിന് തണല് കിട്ടാൻ അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന രംഗം കണ്ടപ്പോ അവിടെ പറഞ്ഞു ബഹീറ, ഉംദുറു, നോക്കടോ, ഇലാ ഫൈഇശ് ശജറ, മരത്തിന്റെ നിഴൽ ഇതുവരെ നിങ്ങളെ കൂടെ ആയിരുന്നില്ലേ? ഈ കുട്ടി വന്ന് നിന്നപ്പം കണ്ടോ നിങ്ങൾ മരത്തിന്റെ നിഴലെവിടെ? ഇലാ ഫൈഇശ് ശജറ മാല ഇലൈഹി, ഈ കുട്ടിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ഈ കുട്ടിയെയും കണക്കിലെടുത്തതാ മരം അങ്ങോട്ട് ചാഞ്ഞു കൊടുത്തിരിക്കുന്നു നിഴൽ ഈ കുഞ്ഞിന് ലഭിക്കാൻ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞ് ചില്ലറക്കാരനല്ല.
ഹാദാ സയ്യിദുൽ ആലമീൻ വഹാദാ റസൂലുള്ളാഹ് യബ്അസുഹു റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് അന്ന് ബഹീറ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതാണ് മിസ്ലൽ ഗമാമതി അന്നാസാറ സായിറതൻ തഖീഹി ഹർറബതി സില്ലിൽ ഹജീരി ഹമീ വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു അമീ. അതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ റസൂലിന് ഖമർ പിളർന്ന സംഭവം പറയുന്നുണ്ട്. എല്ലാം പറയുമ്പോഴേക്ക് സമയം നഷ്ടപ്പെടുമെന്ന് കരുതിയാണ് പരമാവധി ചുരുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മാത്രം എടുക്കുകയാണ്. അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖിൻ ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തുൽ ഖസമി എന്ന ഒരു വരി അതിന്റെ ഇടയിൽ അവിടെ ഉണ്ട്. വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു ഗമി അമീ. എന്തേ പറഞ്ഞത്? വമാ ഹവൽ ഗാർ, സൗറിലെ ഗുഹ, സൗർ പർവ്വതത്തിലെ ഗുഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുമ്പോ റസൂലുള്ളാഹിയും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഒളിച്ചിരുന്ന ഗുഹയാണല്ലോ, ഇതെല്ലാവർക്കും അറിയാം. വമാ ഹവൽ ഗാർ, വമാ ഹവൽ ഗാർ, ഗാർ ഉൾക്കൊണ്ട, ആ ഗുഹ ഉൾക്കൊണ്ട മിൻ ഖൈരിൻ വമിൻ കറമി, ഗുഹ ഉൾക്കൊണ്ട ഖൈറും കറമും അഥവാ നന്മയും ഔദാര്യവും. ഗുഹയിൽ ഉൾക്കൊണ്ട നന്മയും ഔദാര്യവും എന്ന് പറഞ്ഞാൽ നന്മയുടെ വക്താവും ഔദാര്യത്തിന്റെ വക്താവും അവിടെയുണ്ട്. ഖൈറിന്റെ വക്താവ് എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചാണ്. ഔദാര്യത്തിന്റെ കറമിന്റെ ധർമ്മത്തിന്റെ വക്താവ് എന്ന് പറഞ്ഞത് സിദ്ദീഖിനെ കുറിച്ചാണ്. ഇവർ രണ്ടാളുമാണ് നന്മയുടെയും ഔദാര്യത്തിന്റെയും വക്താക്കളെ ആ ഗുഹ ഉൾക്കൊണ്ടിരുന്നു. അവരെയും പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത്. കാഫിരീങ്ങളുടെ മുഴുവൻ കണ്ണും, സത്യനിഷേധികളുടെ മുഴുവൻ കണ്ണും അവരെ കാണുന്നതിനെ തൊട്ട്, ആ ഗുഹയെ തൊട്ട് അന്ധത ബാധിച്ചു പോയവർക്ക് സത്യനിഷേധികളുടെ കണ്ണ് ആ ഗുഹയിലുള്ളത് കാണുന്നതിനെ തൊട്ട് അവർക്ക് അന്ധത ബാധിച്ചു പോയി. പിന്നിൽ വരുന്നവർക്ക് ഇരിക്കാൻ വിഷമമുണ്ട്. ഈ 2-3 കസേര ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അതിലേക്കൊന്ന് കയറിയിരുന്നാൽ കൂടുതൽ സൗകര്യമാണ്. ബാക്കിൽ ഇരിക്കുന്നവരൊന്ന് മുന്നിലെ കസേരയിലേക്ക് കയറിയിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്നിട്ട് മഹാനായ ഇമാം ബൂസിരി പറയുന്നു, എന്താ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗുഹയിലുണ്ട്. ഫസ്ദിഖു ഫിൽ ഗാരി വസ്ദിഖു ലം യരിമാ. കണ്ടോ, ഫസ്ദിഖു ഫിൽ ഗാർ, സത്യസന്ധത ഈ ഗുഹയിലുണ്ട്. വസ്ദിഖു, സത്യസന്ധനുമുണ്ട്. സത്യവും സത്യസന്ധനുമുണ്ട് ഗുഹയിൽ. സിദ്ദീഖ് എന്ന് പറഞ്ഞത്, സത്യസന്ധൻ എന്ന് പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. സത്യം എന്ന് പറഞ്ഞത് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സത്യം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഇന്ന് സത്യം എന്ന് പറയുമ്പോഴേക്ക് ഹബീബ് എന്ന് ഓർമ്മ വരും. ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ഫസ്ദിഖു ഫിൽ ഗാരി വസ്ദിഖു ലം യരിമാ, ഈ ഗുഹയിൽ സിദ്ദുക്കുമുണ്ട്, സിദ്ദീഖുമുണ്ട്, സത്യവുമുണ്ട്, സത്യസന്ധനുമുണ്ട്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട ഉറ്റ തോഴൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലം യരിമാ, അവരവിടെ തന്നെ ഉണ്ട്, അവരവിടെ നിന്ന് പോയിട്ടില്ല, അവരവിടെ തന്നെ ഉണ്ട്. ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി, അവരവിടെ തന്നെ ഉണ്ട്, സിദ്ദീഖും റസൂലും. പക്ഷേ വഹും യഖൂലൂന, ഈ കാഫിരീങ്ങൾ പറയുന്നത് എന്താ? നിഷേധികൾ, ഇവരെ തെരഞ്ഞെത്തിയ നിഷേധികൾ എന്തു പറയുന്നു? ഇവരെ തെരഞ്ഞെത്തിയ നിഷേധികൾ പറയുന്നത് മാ ബിൽ ഗാരി മിൻ അരിമി, മിൻ അരിമി മിൻ അഹദി, മാ ബിൽ ഗാരി മിൻ അരിമി, ഗുഹയിൽ ഒരാളുമില്ല, ഗുഹയിൽ ഒരൊറ്റ കുട്ടിയുമില്ലെന്ന് അവർ അഭിപ്രായം പറയുന്നു. എന്തേ കാരണം? ആ വരികളിൽ തന്നെ മഹാനവറുകൾ അത് മുഴുവനും വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്താ? ഇവർ ഈ ഗുഹാമുഖത്ത് വന്ന് നോക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഹിജറക്കുള്ള അനുമതി കിട്ടിയപ്പോ സിദ്ദീഖുൽ അക്ബറിനെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ പൊട്ടിക്കരഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് വീട്ടിൽ വന്ന് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ യുക്തിപരമായിട്ട് തന്റെ വീട്ടിൽ നിന്ന് ഒഴിക്കുകയാണ്. കാരണം ഇന്നു രാത്രി തന്റെ വീട് വളയും മുശ്രിക്കുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാർത്ത കിട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു ചെയ്യണമെന്ന് അല്ലാഹു നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നബി തങ്ങളുടെ പൊന്നുമോളോട് മാറി നിൽക്കാൻ പറയുന്നു. മോളെ,
നീ ഇന്ന് തൽക്കാലം ഈ വീട്ടിൽ നിന്ന് മാറണം. നിന്റെ ഇളയമ്മയുടെ വീട്ടിലേക്ക്, നിന്റെ മൂത്തമ്മയുടെ വീട്ടിലേക്ക്, ഖദീജ ബീവിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക്, ഹാലത്തിന്റെ വീട്ടിലേക്ക് നീ മാറണമെന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ചോദിച്ചു, ഉപ്പാ എന്തിനാണ് ഉപ്പാ ഇത്? നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്ന് എന്നെ മാറ്റുന്നത്? ഇന്ന് വരെ എന്റെ ഉപ്പ എന്നോട്, എന്നെ കാണാഞ്ഞാൽ എന്റെ ഉപ്പാക്ക് ഉറക്കം വരില്ലല്ലോ. ഈ അവസ്ഥയിൽ ഇന്ന് വരെ നിങ്ങൾ എന്നോട് മാറാൻ പറഞ്ഞിട്ടില്ല. ഇന്നെന്റെ ഉപ്പ പറയുമ്പം എന്തോ ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പറയണം ഉപ്പാ, ഞാൻ മാറുകയില്ല. അല്ല മോളെ, നീ മാറണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയും നിർബന്ധിച്ചു പറഞ്ഞ സമയത്ത് ഫാത്തിമ ബീവി പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും മാറുന്ന പ്രശ്നമില്ല, വിഷയം എന്താണെന്ന് പറയണം. അപ്പോഴാണ് റസൂലുള്ള പറയുന്നത്, മോളെ, നിന്റെ പൊന്നുപ്പയെ ഇന്ന് ഈ വീട്ടിലിട്ട് അർദ്ധരാത്രി വധിച്ചു കളയാൻ വേണ്ടി ശത്രുക്കൾ വീട് വളയും. അതുകൊണ്ട് എന്റെ പൊന്നുമോൾ ഇവിടെ നിന്ന് ഒഴിയണമെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ പറയുന്നു, എന്റെ പൊന്നുപ്പാ, അങ്ങ് അർദ്ധരാത്രിയിൽ കൂരിരുട്ടിൽ ഈ വീട്ടിൽ നിന്ന് കഷ്ണം മുറുക്കപ്പെടുമ്പോ അങ്ങയെ അതിക്രൂരമായ രൂപത്തിൽ അങ്ങയെ മർദ്ദിക്കുമ്പോ ഈ പാവപ്പെട്ട ഫാത്തിമ സുഖമായി മൂത്തമ്മയുടെ വീട്ടിൽ ഉറങ്ങുകയോ ഓർക്കാൻ പോലും വയ്യ. ഞാൻ സുഖമായി കാടനിദ്രയിൽ കഴിയുമ്പോൾ എന്റെ പൊന്നുപ്പ ഇവിടെ വെച്ച് കഷ്ണം നുറുക്കുകയാണെങ്കിൽ ഞാനത് സഹിക്കില്ല. നിങ്ങളുടെ കൂടെ ഞാനും നുറുങ്ങാൻ തയ്യാറാണുപ്പാ എന്ന് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയോട് റസൂലുള്ള പറഞ്ഞു, പ്രിയപ്പെട്ട ഫാത്തിമ, നിന്റെ ഉപ്പയോട് അങ്ങേയറ്റത്തെ വാത്സല്യമുള്ള നീയ്, സ്നേഹമുള്ള നീയ്, നിനക്ക് മോളെ നിന്റെ ഉപ്പക്ക് വല്ലതും പറ്റുമോ എന്ന് കരുതിയാണ് നീ വീട് മാറില്ലെന്ന് പറയുന്നതെങ്കിൽ മോളെ, നീ മാറിയേ പറ്റുമോളെ. കാരണം എന്തേ? നിന്റെ വാപ്പാക്ക് അല്ലാഹു ഒരു ഓഫർ തന്നിട്ടുണ്ട്. നിന്റെ വാപ്പക്ക് അല്ലാഹു ഒരു ഓഫർ തന്നിട്ടുണ്ട്. അതെന്റെ മോൾക്ക് ആ ഓഫർ ഇല്ല മോളെ. ഫാത്തിമ ബീവി ചോദിച്ചു, എന്താണ് പാട്? എന്താണത്? നിങ്ങൾക്ക് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. വല്ലാഹു യഅസിമുക മിനന്നാസ്, വല്ലാഹു യഅസിമുക മിനന്നാസ്. ഫാത്തിമ, അല്ലാഹു എന്നോട് പറഞ്ഞതാണ്, നബിയെ, നിങ്ങളെ ജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് അങ്ങയെ നമ്മൾ സംരക്ഷിക്കും. എന്റെ ഒരു രോമത്തിന് പോലും പോറലേൽക്കില്ലെന്ന് അല്ലാഹു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട ഫാത്തിമ, നിനക്ക് ആ ഓഫർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. പക്ഷേ എന്നെ കിട്ടാത്ത അരിശം എന്റെ പൊന്നുമോളോട് തീർത്താൽ പിന്നെ ഞാൻ എന്തിനാ മോളെ ജീവിക്കുന്നത്? അതുകൊണ്ട് നിന്റെ ഉപ്പക്കൊരു ചുക്കും വരില്ല, ഉറപ്പാണ്. നീ നടക്കണം മോളെ. ഫാത്തിമ ബീവി പറയുന്നു, എന്റെ ഉപ്പക്ക് ഒന്നും വരില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ ഉപ്പയുടെ നിർബന്ധ പ്രകാരം ഞാൻ ഹാലത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഉപ്പ എന്നോട് പറഞ്ഞു, അവരെത്ര ചോദിച്ചാലും സംഗതി പറയരുത്. അതാ ഹാലത്തും കൂട്ടരും ചോദിക്കുന്നു, അല്ല മോളെ ഫാത്തിമ, പതിവില്ലാത്ത പെട്ടെന്നൊരു വരവ്, ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു വിരുന്നു വരവ്. ഒന്നുമല്ല, വിരുന്നു വരാൻ താല്പര്യമുണ്ടായപ്പം വന്നതാ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം ഉപ്പ പറഞ്ഞത് അങ്ങനെ തന്നെ പാലിക്കുകയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഫാത്തിമ പറയുന്നു, അവരൊക്കെ ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, എന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെവിടെ ചിരി, എവിടെ കളി, എവിടെ തമാശ? കാരണം എന്റെ ഫിക്ർ മുഴുവനും അവിടെയല്ലേ. അതാ രാത്രിയായി ഭക്ഷണം കഴിച്ചെല്ലാവരും ഉറങ്ങുമ്പം രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ അർദ്ധരാത്രി വരെ ഞാൻ എന്റെ ശരീരം തിരിച്ചും മറിച്ചുമിടുന്നു. ഞാൻ എന്റെ ശരീരം ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്, ഉറക്കം വരാഞ്ഞിട്ട്. അങ്ങനെ കുറെ നേരം കിടന്നപ്പോ അർദ്ധരാത്രിയായപ്പോ ഞാനൊന്ന് ചിന്തിച്ചു, പഠിച്ചവനെ, എന്റെ പൊന്നുപ്പ പറഞ്ഞ സമയം ഇതാണല്ലോ. എന്റെ വീട്ടിൽ എന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് ഉപ്പക്ക് പൂർണ്ണമായ സേഫ്റ്റി ഉണ്ടെന്നാലും പഠിച്ചവനെ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ, ഞാൻ ഈ പേടിക്കുന്നത് പോലെ എങ്ങാനും എന്റെ വീട്ടിൽ എന്റെ ഉപ്പ എങ്ങാനും കഷ്ണം നുറുക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ, എന്റെ ഉപ്പ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയുണ്ടായാൽ എന്നോർത്തപ്പോഴേക്ക് എന്റെ മനസ്സിലേക്ക് മറ്റൊരാശയവും കൂടെ വന്നു. അതെന്താണ്? പഠിച്ചവനെ, എന്റെ ഉപ്പയെ സമാധാനിപ്പിക്കാൻ ഒരാൾ എന്റെ ഉപ്പാന്റെ കൂടെ ഇല്ലല്ലോ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. അന്ന് ബീവി ഫാത്തിമയെ അലിയാന് കല്യാണം കഴിച്ചിട്ടില്ല, റസൂലുള്ളാഹിന്റെ പുതപ്പിൽ കിടത്തിയിറക്കാനാ. പക്ഷേ ഫാത്തിമ ബീവി ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പം എന്റെ ഉപ്പയുടെ അത്താണി, എന്റെ ഉപ്പക്കൊരു ആശ്വാസ വാക്ക് പറഞ്ഞിരുന്നത് എന്റെ പ്രിയപ്പെട്ട മാതാവ് ബീവി ഖദീജയാണല്ലോ. എന്റെ പൊന്നുമ്മ മരിച്ചു പോയല്ലോ, എന്റെ ഉമ്മക്കൊരാശ്വാസ വാക്ക് പോലും പറയാൻ ആളില്ലല്ലോ.
ഇതെന്ന് ചിന്തിച്ചപ്പോഴേക്ക് എന്റെ കണ്ണുകൾ അറിയാതെ പൊട്ടിയൊഴുകി. ഞാൻ തലയിണയിലേക്ക് എന്റെ മുഖം പൊത്തി. തലയിണ കണ്ണീരിൽ കുതിർന്നു പോയി. ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറയുന്നു, അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. നേരം വെളുത്തപ്പോഴേക്ക് ഞാൻ ഓടി വന്നു. അലിയാരെ കണ്ട് വിഷയം അന്വേഷിച്ചപ്പോഴാണ് ഇല്ല, എൻ്റെ ഉപ്പ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായത്. അപ്പോഴാണ് സലാമത്തായത്. ഇതാണ് ഈ ഹിജറ. എത്രമാത്രം ഗൗരവമുള്ളതാണ് ഇതെന്ന് ഓർക്കണം നിങ്ങൾ. എത്രമാത്രം ഭയാനകമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാസീൻ സൂറയിലെ ഒന്നാമത്തെ ആദ്യ ഭാഗം, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ഫഹും ലാ യുബ്സിറൂൻ എന്ന ഭാഗം വരെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഓതി. അത് മണ്ണിൽ മന്ത്രിച്ചാണ് അതാ പുറത്തേക്ക് എറിഞ്ഞത്. അവരുടെയൊക്കെ കണ്ണിലായി. റസൂലുള്ള പതുക്കെ ശ്വാസം അടക്കി പിടിച്ചു വാതിൽ തുറന്ന് ആരും അറിയാതെ, നിലമറിയാതെ പതുക്കെ നടന്നു. തടി സലാമത്താക്കിയതല്ല. ഹബീബ് ഇറങ്ങി വന്നു. പിശാചപ്പോഴേക്ക് സ്ഥലം വിട്ടു. ഹബീബ് ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബദാ അവിടെ വന്നിട്ടു അവരുടെ ഉറങ്ങിക്കിടക്കുന്ന ഇവരോടൊക്കെ ചോദിച്ചേടോ, കൂർക്കം വലിച്ചുറങ്ങുകയാണല്ലേ, എന്നാൽ ഒന്നും കൂടെ ഉറങ്ങിക്കോ, അല്പം മണ്ണും കൂടെ എടുത്തിട്ട് ഇവരുടെയൊക്കെ തലയിലിട്ട് കൊടുത്തു. തലയിലിട്ട് മര്യാദക്ക് അങ്ങ് കിടത്തിയുറക്കി. ഹബീബ് നടന്നു നീങ്ങുന്നു. ആ നടത്തത്തിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിയുടെ കാല് പൊട്ടിയപ്പം സിദ്ദീഖുൽ അക്ബർ എടുത്ത് തോളിലിട്ടത്. നടന്ന് നടന്ന് വാഹനം ഏർപ്പാട് ചെയ്യുന്നിടത്ത് വരെ അവിടുന്ന് വാഹനത്തുമ്മലാ പോകുന്നത്. അങ്ങനെ ഗാർ സൗർ എന്ന ഗുഹയിലെത്തുന്നു. ആ ഗാർ സൗർ എന്ന ഗുഹയിലെത്തുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് പറയുന്നു, നബിയേ കയറരുത്, നബിയേ ലാ തദ്ഖുൽഹു ഹത്താ അദ്ഖുലഹു യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ കടക്കാതെ നിങ്ങൾ ആ ഗുഹയിൽ കടക്കരുത്. കാരണം ആ ഗുഹയിൽ വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ നബിയേ നിങ്ങളെ വിഷമിപ്പിക്കുന്ന വല്ലതും ആ ഗുഹയിലുണ്ടെങ്കിൽ നിങ്ങൾക്കതെത്തുന്നതിന്റെ മുമ്പ് എനിക്കെത്തിക്കോട്ടെ. കാരണം ഞാൻ മരിച്ചെങ്കിലൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ അങ്ങൊരു വലിയ ദൗത്യവുമായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. നബിയേ നിങ്ങൾ മരിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞ് അവിടെ കടന്നു. എന്നാൽ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദീർഘനേരം തോളിലിട്ട് കൊണ്ടുവന്ന് ക്ഷീണിച്ച സിദ്ദീഖുൽ അക്ബറെ ഇതിൽ കടന്നിട്ട് ഇനിയൊക്കെ കണ്ടതുപോലെ കൂട്ടിക്കോ എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞോ? ഇല്ല, ഇവിടെ ഞാൻ എത്തിച്ചു തന്നില്ല. ഇല്ല, അത്രയും ക്ഷീണിച്ച സിദ്ദീഖ് നബി തങ്ങളോട് പറയുന്നു, നബിയേ നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകും, കുറെ നടന്നതല്ലേ. സിദ്ദീഖ് റസൂലുള്ളാഹിൻ തോളിലിട്ടാ നടന്നത്. എന്നിട്ട് സിദ്ദീഖ് പറയുന്നു, ഹബീബന്റെ മടിയിൽ തല വെച്ചുറങ്ങണം. അങ്ങനെ ഉറങ്ങുമ്പം എല്ലാ ദ്വാരങ്ങളും അടച്ചു വെച്ചപ്പോ ഒരു ദ്വാരം ബാക്കി വന്നപ്പോ അതിലേക്ക് തന്റെ തള്ളവരൽ തള്ളിവെച്ചു. എന്തെങ്കിലും വിഷജന്തുക്കൾ ഉണ്ടെങ്കിൽ ഹബീബിനെ കടിക്കരുതെന്ന് കരുതി. അപ്പോഴാണ് അതിനുള്ളിലുള്ള ഒരു മഹാസർപ്പം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞുകൊത്തി. ആ വേദന, ആ കൊത്തിന്റെ വേദന ബഹുമാനപ്പെട്ട സിദ്ദീഖിന്റെ തലച്ചോറിലേക്ക് കയറുന്നു. സഹിക്കാൻ കഴിയുന്നില്ല, കടിച്ചമർത്തി. കാരണം എന്തേ? കാലനക്കിയത് പോലും ഇല്ലെന്നാ പറയുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ അങ്ങനെയാ പറയുന്നത്. എന്തേ കാലനക്കാതിരുന്നത്? കാലനങ്ങിയാൽ അള്ളാഹുവിന്റെ ഹബീബ് ഉണരൂലേ? നബിതങ്ങളുടെ ഉറക്കത്തിന് ശല്യാവൂലേ എന്ന് കരുതിയിട്ട് കാല് പോലും ഒന്ന് ഇളക്കിയില്ല. സുഹൃത്തെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ ഉസ്താദല്ല, തങ്ങളല്ല, മടി കിടക്കേണ്ടി ഒരു കൊതുക് അടിച്ചാൽ നമ്മൾ തട്ടിയിടൂലേ? അല്ലേ? ഞാനും നിങ്ങളും തമ്മിലുള്ള മാറ്റം ചിന്തിച്ചു നോക്കൂ. നമ്മളും സഹാബത്തും തമ്മിലുള്ള മാറ്റം. അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കിടന്നുറങ്ങുന്നു. അപ്പൊ റസൂലുള്ളാഹിന്റെ സുഖനിദ്രക്ക് തടസ്സാകരുത് എന്ന് കരുതിയിട്ട് ഈ കോലത്തിൽ കടഞ്ഞിട്ട് കാലനക്കുന്നില്ല. പക്ഷേ അവയവത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. കാലും കൈയും ശരീരവും ഒക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. പക്ഷേ കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വേദനയുടെ കടുപ്പം കൊണ്ട് സിദ്ദീഖിന്റെ കണ്ണിൽ നിന്ന് അതാ കണ്ണുനീര് ഹബീബിന്റെ പൂമുഖത്തേക്ക് അങ്ങുറ്റി വീണു. ആ കണ്ണുനീരിന്റെ ഈർപ്പം തട്ടിയപ്പം ഹബീബ് അങ്ങ് ഉണർന്നു. ഹബീബ് ചോദിച്ചു, മാലക്കയാ അബൂബക്കർ, മാലക്കയാ അബൂബക്കർ, അബൂബക്കർ എന്തു പറ്റിപ്പോയി അബൂബക്കറെ നിനക്ക്? എന്തിനെ നീ കരയുന്നത് അബൂബക്കറെ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ വിനയപുരസരം പറയുന്നു, നബിയേ അങ്ങ് കിടന്നുറങ്ങിക്കോളൂ, ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു സർപ്പം കടിച്ചതാണ്. നോക്കൂ നിങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ് പറഞ്ഞൂടെ വിഷയം എന്ന് ചോദിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്താകപ്പെട്ട പുണ്യം
മായ ആ ഉമിനീരെടുത്ത് ആ മുറിവിലങ്ങ് പുരട്ടിക്കൊടുത്തു. ആ സെക്കൻഡിനങ്ങ് വേദന അസ്തമിച്ചതാണ്. പിന്നെ ഞാൻ വേദന അറിഞ്ഞിട്ടില്ലെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഈ സിദ്ദീഖുൽ അക്ബറിന്റെ മഹബത്തിന്റെ കടുപ്പം കൊണ്ട് അള്ളാഹു എന്നെയും നിങ്ങളെയും രക്ഷപ്പെടുത്തട്ടെ. ഇമാം ബൂസീരിയുടെ കൂടെ അള്ളാഹു സ്വർഗത്തിൽ സിദ്ദീഖുൽ അക്ബറിന്റെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. വമാ ഹവൽ ഗാറു മിൻ ഖൈരിൻ വമിൻ കറമി വകുല്ലു തർഫിൻ മിനൽ കുഫാരി അൻഹു അമീ ഫസ്ദിഖു ഫിൽ ഗാരി വസ്ദിഖു ലം യരിമ. സുദുക്കും സിദ്ദീഖും ഒക്കെ അവിടെ ഉണ്ട്, സത്യവും സത്യസന്ധനും ഒക്കെ ഗുഹയിൽ തന്നെ ഉണ്ട്. പക്ഷേ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ നരിമി, പക്ഷേ അവര് പറയുന്നു ഗുഹയിൽ ആരുമില്ലെന്ന്. എന്തേ കാരണം? വന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയതി ലം തൻസുജ് വലം തഹബീ. ഒന്നുമല്ല, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മുഹമ്മദ് ഈ ഗുഹയിലെങ്ങാനും വന്നിരിക്കുന്നുണ്ടാകുമോ എന്ന് ഇവർ അഭിപ്രായം പറഞ്ഞു. ഇവര് ഗുഹാമുഖത്ത് വന്നിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ താഴ്ന്നിങ്ങനെ കാണാനും മടമ്പ് കാലുകളുടെ കാൽപാദത്തിന്റെ അടിഭാഗം ഇങ്ങനെ കണ്ടപ്പോ സിദ്ദീഖുൽ അക്ബർ ചോദിച്ചു, നബിയേ, പതുക്കെ ചോദിച്ചു, ഒരാളെങ്ങാനും താഴോട്ട് നോക്കിയാൽ? നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ സിദ്ദീഖേ നീ പേടിക്കുന്നത്? ഈ ഗുഹയിലുള്ള രണ്ടാളുകൾക്ക് മൂന്നാമത്തെ ഒരുത്തൻ അല്ലാഹുവല്ലേ, നീ എന്തിനു പേടിക്കണം സിദ്ദീഖേ എന്ന് ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ ഗുഹയിൽ നിന്ന ഘട്ടത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മുകളിൽ നിന്ന് ഇവർ ഈ അഭിപ്രായം പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞു, എന്തേ പറഞ്ഞത്? ഈ ഗുഹയിലൊന്നും മുഹമ്മദും സിദ്ദീഖും മുഹമ്മദ് ഉണ്ടാകൂല. എന്തേ കാരണം? ഈ ഗുഹയുടെ മുഖത്ത് ഇവർ വരുമ്പം പ്രാവ് വട്ടമിട്ട് പറക്കുന്നതാ കണ്ടത്. പ്രാവ് കൂടുകൂട്ടി വട്ടമിട്ട് പറക്കുന്നു. ആൾവാസമുണ്ടെങ്കിൽ പ്രാവ് ഒഴിഞ്ഞു പോകൂലേ? എന്നല്ല, ചിലന്തി വല കെട്ടിയിട്ടുണ്ട്. മുഹമ്മദ് അങ്ങോട്ട് കടക്കുമ്പോ ഈ ചിലന്തിയുടെ വല പൊട്ടൂലേ? നമ്മൾ ഉടനെ തന്നെ പോന്നിട്ടുണ്ട് ഇവരുടെ പിന്നാലെ. പിന്നെ ഒരു ചിലന്തി ഇവിടെ വല കെട്ടാനായോ? അള്ളാഹു പിന്നെ ഒരു ചിലന്തിയോട് കെട്ടാൻ പറഞ്ഞതാ. ആ ചിലന്തിയുടെ ബർക്കത്ത് എത്രയായിരിക്കും? അള്ളാഹുവിന്റെ റസൂലിന് സൗറിന്റെ മുഖത്ത് വല കെട്ടാൻ കഴിഞ്ഞ ഒരു ചിലന്തിയായിരുന്നു നമ്മളെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ രക്ഷപ്പെട്ടില്ലായിരുന്നോ? അവിടെ വട്ടമിട്ട് പറക്കാൻ കഴിഞ്ഞ ഒരു പ്രാവായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും സലാമത്തായിട്ടില്ലായിരുന്നോ? നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തികളാണ്. അവരെക്കാൾ അത്യുന്നതങ്ങൾ നമുക്ക് കീഴടക്കാൻ പറ്റും. പക്ഷേ നമുക്കുണ്ടോ ബോധം? അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് പിൻപറ്റി അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഇവിടെ ഇതാ 1 കോടി സ്വലാത്തിന്റെ ദുആ മജ്ലിസ് നടക്കുന്നു. അതിലേക്ക് എന്റെ വക 1000 സ്വലാത്തെങ്കിലും കിടക്കട്ടെ എന്ന് കരുതി ചൊല്ലിയവരെത്രയുണ്ട്? അത് കൊടുത്തവരെത്രയുണ്ട്? എന്നും സയ്യിദ് അവർകൾ നമ്മളോട് പറയുന്നില്ലേ, ബുർദ പാരായണം ചെയ്യുന്നവരെത്രയുണ്ട്? ഈ ബുർദയെയും സലാത്തിനെയും ഒക്കെ കൊഞ്ഞനം കുത്തുന്ന ഒരു വിഭാഗം മറുഭാഗത്തില്ലേ? ഇവിടെയാണ് നിങ്ങൾ വിഷയത്തിന്റെ ഗൗരവം ചിന്തിക്കേണ്ടത്. അള്ളാഹു അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ. ആരും ദുഷിച്ചു പോകണ്ട, എല്ലാവർക്കും ഹിദായത്ത് അള്ളാഹു കൊടുക്കട്ടെ. പഠിച്ചവരെ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുഹാമുഖത്ത് വലകെട്ടാൻ കഴിഞ്ഞ ഒരു ചിലന്തി പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ മുട്ടയിട്ട് കൂടുവെച്ച് വട്ടമിട്ട് പറക്കാൻ കഴിഞ്ഞ ഒരു പ്രാവ് പോലും ആകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. പഠിച്ചവരെ, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുഹാമുഖത്ത് വലകെട്ടാൻ കഴിഞ്ഞ ഒരു ചിലന്തി പോലും ആകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ മുട്ടയിട്ട് കൂടുവെച്ച് വട്ടമിട്ട് പറക്കാൻ കഴിഞ്ഞ ഒരു പ്രാവ് പോലും ആകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ റബ്ബേ. സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. പക്ഷേ ഞങ്ങൾ ആ ഹബീബിന്റെ ഉമ്മത്തികളിൽ വളരെ അത്യുന്നതരായ ഉമ്മത്തികളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ പെട്ടത്. ആ ഒരു ബോധം മനസ്സിലുണ്ടായി, ആ തിരിച്ചറിവ് നേടി സ്വർഗം വാങ്ങുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഈ നവദിനങ്ങളിൽ ഇവിടെ ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ സദസ്സിലിരിക്കുന്ന ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്. അബ്ബേ, മറ്റൊന്നും വിചാരിച്ചല്ല, ഈ വേദിയെ സ്നേഹിച്ചത് നിന്റെ ഹബീബിനെ സ്നേഹിച്ചിട്ടാണ്, ഇമാം ബൂസീരിയോടുള്ള സ്നേഹം കൊണ്ടാണ്. പഠിച്ചവനെ, ഞങ്ങളെ നീ സ്വർഗത്തിലെത്തിക്കണേ റഹ്മാനെ. ഇതിന് പ്രതിഫലമായി ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ റഹ്മാനെ. ഞങ്ങളെ നീ പാഴാക്കരുത് റഹ്മാനെ. ഞങ്ങളുടെ ഈ വേലകളൊക്കെ നീ വെറും ജോലിയാക്കി തള്ളിക്കളയരുത് റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതാണ് പറഞ്ഞത് ലന്നുൽ ഹമാമ. അതാ ഇനി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി പറയുന്നത് ലന്നുൽ ഹമാമ. പ്രാവിനെ കണ്ടപ്പോൾ ഇവർ കരുതി, പ്രാവിനെ പറ്റി ഇവർ കരുതി, വലന്നുൽ അങ്കബൂത്ത, എട്ടുകാലിയെ കുറിച്ച് ഇവർ കരുതി, ലം തൻസുജു വലം തഹുമി, അത് വലകെട്ടില്ലല്ലോ, അത് വട്ടമിട്ട് പറക്കില്ലല്ലോ, അലാ ഖൈറിൽ ബരിയത്തി, സൃഷ്ടികളിൽ അത്യുത്തമരായ നബിതങ്ങളുടെ മേൽ അത് വലകെട്ടൂല, അതുപോലെ തന്നെ അതവിടെ വട്ടമിട്ട് പറക്കൂല എന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം എന്താ? മുഹമ്മദ് ഈ ഗുഹയിലുണ്ടെങ്കിൽ ഇതൊന്നും ഇവിടെ വലകെട്ടാനും പ്രാവിന് താമസിക്കാനും ഒന്നും കഴിയൂലല്ലോ. അള്ളാഹു പിന്നെ കൊടുത്തതാണ് അങ്കബൂത്തിന് ഓർഡർ, ഈ എട്ടുകാലിക്ക് വലകെട്ട് എന്റെ നബിയെ, എന്റെ ഹബീബിനെ രക്ഷപ്പെടുത്ത. അള്ളാഹുവിന്റെ ഹബീബാണ്, അള്ളാഹുവിന്റെ മിത്രമാണ്. അല്ലാഹു യഅ്സിമുക മിനന്നാസ് എന്ന് നബിതങ്ങൾ ഓഫർ നൽകിയ മഹാനാൻ. എന്തേ നബിതങ്ങൾക്കുള്ള കാവല്? നബിതങ്ങൾ ഒരു യതീമായിരുന്നില്ലേ? ആരും സംരക്ഷിക്കാനില്ലാത്തിടത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ കാത്തുരക്ഷിച്ചതാരാ? അബൂ താലിബിന്റെ സംരക്ഷണം അള്ളാഹു ഉണ്ടാക്കിയ നിമിത്തങ്ങളാണ്. പോവട്ടെ, അബൂ താലിബിന്റെ കാലം കഴിഞ്ഞിട്ട്, അബ്ദുൽ മുത്തലിബിന്റെ കാലം കഴിഞ്ഞ്, അബൂ താലിബിന്റെ കാലം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ? എന്നിട്ട് ചെയ്യാന്ന് കരുതിയതാണല്ലോ, കഴിഞ്ഞോ? അതൊന്നും പറയാൻ സമയമില്ലല്ലോ. അടുത്ത ബൈത്തതാണ് വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുദാഅഫതി മിനദ്ദുറൂഇ വഅൻ ആലിം മിനൽ ലുതുമി. അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായപ്പം, അള്ളാഹുവിന്റെ കാവലുണ്ടായപ്പം ഹബീബിന് ഇരട്ടി അങ്കികൾ ധരിക്കേണ്ടി വന്നില്ല. ഒരങ്കിയുടെ മുകളിൽ മറ്റൊരട്ടിയായി അട്ടിയട്ടിയായി അങ്കികൾ ധരിക്കേണ്ട, സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട കാര്യം വന്നില്ല. ഇങ്ങനെയുള്ള കരുതൽ ഏർപ്പാടുകളൊന്നും നടത്തേണ്ടി വന്നില്ല. ഉയർന്നു നിൽക്കുന്ന കോട്ടക്കുള്ളിലാണ് പഴയ രാജാക്കന്മാരൊക്കെ ജീവിച്ചത്. കോട്ടക്കുള്ളിൽ അതവരുടെ സംരക്ഷണമായിരുന്നു. വലിയ വലിയ ഹുസൂനുകളിൽ, കോട്ടകളിൽ അവർ താമസിച്ചത്. എന്നാൽ നബിതങ്ങൾക്ക് ഇങ്ങനെ ഉയർന്ന കോട്ടകൾ വേണ്ട. ഹബീബിന് വാളേൽക്കാതിരിക്കാൻ, അമ്പേൽക്കാതിരിക്കാൻ, കല്ലേൽക്കാതിരിക്കാൻ ഇരുമ്പിന്റെ അങ്കിക്കുപ്പായങ്ങളുടെ ആവശ്യമില്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അല്ലാഹു ഹബീബിനെ കാത്തു. അതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കായെന്ന് കണ്ടപ്പോ അബൂജഹൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരുന്നു. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂല് രഹസ്യ ആരാധനയില്ല, പരസ്യമായി ഇങ്ങ് വരുന്നേ ഉള്ളൂ. അപ്പൊ അബൂജഹൽ ചോദിച്ചു, മുഹമ്മദ് നിങ്ങളുടെ മുമ്പിലൊക്കെ സുജൂദ് ചെയ്യാറുണ്ടോ? ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുഹമ്മദ് സുജൂദ് ചെയ്യാറുണ്ടെന്ന്. ഇന്ന് വരെ മുഹമ്മദ് എന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. ചെയ്യാനുള്ള ധൈര്യം മുഹമ്മദിനില്ല. എന്റെ മുമ്പിലെങ്ങാനും മുഹമ്മദ് സുജൂദ് ചെയ്താൽ ഉറപ്പാൻ ഞാൻ അവന്റെ മുഖം, ഞാൻ അവന്റെ ഉനുക്ക്, ഞാൻ അവന്റെ പെരടി ഞാൻ ചവിട്ടിപ്പൊട്ടിക്കും. ഇവൻ പറയുന്നു അവന്റെ മുഹമ്മദ് എന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേ നടക്കുള്ളൂ. ഇവനിങ്ങനെ അഹങ്കാരം നിയന്ത്രിക്കാൻ കഴിയാഞ്ഞിട്ട് പറഞ്ഞു പോയതാ. വല്ലാഹു യഅ്സിമുക മിനന്നാസ് പറഞ്ഞ നബിതങ്ങൾ, ആ ഓഫർ കിട്ടിയ നബിതങ്ങൾക്ക് ഒരു പേടിയുമില്ല. ആരെ മുമ്പിലും ചെയ്യും, പക്ഷെ പരസ്യമായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, എന്റെ മുമ്പിൽ എങ്ങാനും സുജൂദ് ചെയ്താൽ മുഹമ്മദിന്റെ തല ഞാൻ ചവിട്ടി പൊട്ടിക്കും. സുജൂദിൽ കിടക്കുമ്പോ പേരടിക്ക് ഞാൻ ചവിട്ടും, പേരടി ഞാൻ ഓടിക്കും. പോരാ, മുഹമ്മദിനെ ചവിട്ടിയിട്ട് അവന്റെ മൂക്ക് ഞാൻ മണ്ണിൽ പുരട്ടിക്കളയും. ചവിട്ടിയിട്ട് മുഖം മണ്ണിൽ വെച്ചിട്ട് തേക്കും. ആരെ പറ്റിയായി പറയുന്നതെന്ന് ഇപ്പൊ അഹയനുണ്ടോ അറിയുന്നു? ആരെ പറ്റിയായി പറയുന്നതെന്നുണ്ട് അറിയുന്നുണ്ടോ? അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവന്റെ മുമ്പിൽ തന്നെ സുജൂദിൽ വന്ന് വീണു. ഇവന്റെ മുമ്പിൽ തന്നെ സുജൂദിൽ വന്ന് വീണു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൂട്ടുകാർ ചോദിച്ചു, നല്ലൊരു അവസരമാണല്ലോ. കൂട്ടുകാർ ചോദിച്ചു, അല്ല നേതാവേ, നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞു മുഹമ്മദ് സുജൂദിൽ കിടക്കുന്നത് കണ്ടാ ഞാൻ ഉപ്പിടിയാക്കും എന്നൊക്കെ. മുഹമ്മദ് അതാ കിടക്കുന്നത്. അപ്പം പിന്നെ അഭിമാനം വലിയ പ്രശ്നമാണല്ലോ, നേതാവല്ലേ, കാര്യപ്പെട്ട ആളാ, ഇത് വലിയ സംഭവം. ഞാൻ ഈ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു കാത്ത ഒരു അനുഭവം. അപ്പൊ ഇവനിങ്ങോട്ട് ഇറങ്ങി വന്നു, മുഹമ്മദേ നീ എന്റെ മുന്നിൽ തന്നെ വന്ന് ചെയ്യണോ ഇത് എന്ന് ചോദിച്ച്
ഇവൻ ഇറങ്ങി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങ് വന്നു. അപ്പോഴൊക്കെ എല്ലാവരും എന്തോ ഒക്കെ നടക്കുമെന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെ കാലിങ്ങ് പൊക്കി റസൂലുള്ളാഹി തങ്ങളെ ചവിട്ടാനിങ് ഒരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചവിട്ടാനിങ് ഒരുങ്ങുകയാണ്. ചവിട്ടാൻ വേണ്ടി കാലിങ്ങ് പൊക്കുന്നതോടുകൂടെ അവൻ പിന്നോട്ടിങ്ങ് മാറി. നേതാവേ, പോകുമ്പോ വലിയ ഊക്കുണ്ടായിനല്ലോ, എന്തെങ്കിലും തിരിച്ചു വരുന്നോ വെച്ച്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെ ഇടയിൽ ഇവൻ ആകെ അങ്ങോട്ട് വഷളായിരിക്കുക. അപ്പൊ കാര്യം തുറന്ന് പറഞ്ഞു. കാരണം അങ്ങോട്ട് പോയപ്പോൾ വലിയ ഊക്കിലാ പോയത്. പണ്ടൊരാൾ വയനാട്ടിൽ പോകുമ്പോൾ എടുക്കാന്ന് വെച്ചപ്പോൾ ഞാൻ വയനാട്ടിലേക്കാണ് കാരണം ഊക്ക് പോയതാണ്. അവിടുത്തെ ക്ലൈമറ്റ് പറ്റാതെ തിരിച്ചു വരുമ്പോൾ പനിച്ച് വയന്നിങ്ങനെ വരുമ്പോൾ ചോദിച്ചു ഇവിടുന്ന് ഞാൻ വയനാട്ടിൽ നിന്ന് വരികയാണ് കാരണം എന്ന മാതിരി ഇവനൊരു അയലിച്ച. അപ്പോൾ ഇവർ ചോദിച്ചു എന്ത് ഇത് നിങ്ങൾ വലിയ ഊക്ക് പോയതാണല്ലോ. അപ്പൊ പറഞ്ഞു എന്റെയും മുഹമ്മദിന്റെ ഇടയിൽ ഞാൻ മുഹമ്മദിനെ ചവിട്ടാൻ വേണ്ടി കാലെന്ന് പൊക്കിയപ്പോ വലിയ ഒരു തീയിന്റെ കിടങ്ങ് ഞാൻ കണ്ടു. ഇന്നി റഅയ്തു ബൈനഹു വബൈനഹു ബൈനി വബൈനഹു ഖന്ദഖൻ മിൻ നാർ. മുഹമ്മദിന്റെ എന്റെ ഇടയിൽ വലിയ ഒരു തീക്കുണ്ടാരം, തീയിന്റെ ഒരു കിടങ്ങ്. ഞാൻ ആ കാലെങ്ങാനും മുന്നോട്ടാണ് വെച്ചാൽ തീയിലാവിയ ഉറപ്പാൻ. മാത്രല്ല വഅജ്നിഹതം വഹൗലാ, സുബ്ഹാനല്ലാഹ്, വേറെ കുറെ ചിറകുകൾ, വഹൗല, ഭീതിതമായ കുറെ രംഗങ്ങള്. ഞാൻ അതൊക്കെ കണ്ടപ്പോ പേടിച്ചു കൂട്ടരെ അങ്ങനെ തിരിച്ചു പോന്നതാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞത് വല്ലാഹി വല്ലാഹി ലൗ തനാ മിന്നി. ഞാനത് പറയണമെന്ന് കരുതിയിരുന്നു. ഹബീബിന്റെ ധീരത, ജിഹാദിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്, അതിലേക്ക് എത്തുന്നില്ല. അതിന്റെ മുമ്പ് തന്നെ നമ്മുടെ പ്രഭാഷണം അവസാനിക്കുകയാണ്. ഇതാ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലൗ തനാ മിന്നി, ആ പഹയനെങ്ങാനും എന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ, എന്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ, എന്നോട് അടുക്കാൻ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ, ഇവനുണ്ടോ അറിയുന്നു? ഇവൻ പറഞ്ഞല്ലോ കുറെ ചിറകുകൾ ഈ അന്തംഗമ്മിക്കുണ്ടോ തിരിയുന്നത്? അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയതാ നബിയെ സംരക്ഷിക്കാൻ. ഇവനെങ്ങാനും നബി തങ്ങളെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവന്റെ പൊടി പോലും ഉണ്ടാകൂലായിരുന്നു. മലക്കുകളാ, മലക്കിന്റെ ചിറകു കൊണ്ടൊരു അടി എങ്ങാനും അടിച്ച് ആകെ തൂഫാനാകും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വെച്ച് മലക്കുകൾ അത് കാണിച്ചു കൊടുത്തതാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വെച്ച്, അതൊന്നും പറയാൻ സമയമില്ലാത്ത ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വെച്ച്, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത കൈകാര്യം ചെയ്യാൻ മലക്കുകളെ പിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൽ അതൊക്കെ എടുത്തു തിരിച്ചെങ്കിലേ മനസ്സിലാവൂ. നബി തങ്ങളെ സഹായിക്കാൻ വേണ്ടി ചിറകുകൾ താഴ്ത്തി വന്ന, ഇതുകൊണ്ട് അടിക്കാൻ വേണ്ടി. പക്ഷേ ഇവൻ നല്ല നിലക്ക് തിരിച്ചു പോരാൻ, അതിൽ കുടുങ്ങാതെ ഇവൻ തിരിച്ചു പോരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ മലാക്കമാരവനെ റാഞ്ചി കൊണ്ടുപോകുമായിരുന്നു. എങ്ങനെ? അബൂജഹലിനെ മൊത്തം ഇങ്ങോട്ട് എടുത്തുകൊണ്ടുപോകുന്നല്ല, പാർട്ട് പാർട്ടായിട്ട് റാഞ്ചി കൊണ്ടുപോകുമായിരുന്നു. ഒരാൾ തലയെടുക്കും, ഒരാൾ തല ഇരിഞ്ഞ് കീശയിടും എന്നർത്ഥം. ഒരാൾ കൈ ഇരിഞ്ഞെടുക്കും, ഒരാൾ ഇരിഞ്ഞെടുക്കും. ഇങ്ങനെ ഓരോരുത്തരും ഓരോ അവയവം കിട്ടുന്ന ഓരി വെക്കും. ധൈര്യം ഉണ്ടെങ്കിൽ പാടാം. ആരെ മുന്നെന്നാ വിളിക്കുന്നത്? ആയിരക്കണക്കിന് പ്രവർത്തകരുടെ മുമ്പിൽ ഇവൻ ആ ഖുറൈശി സഭയുടെ അധ്യക്ഷനാണ്. എന്ന് ഖുർആൻ പറഞ്ഞ അവൻ അവന്റെ സഭക്കാരെ വിളിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? അത് ഇവന്റെ സഭയെ കുറിച്ചാണ്. ആ സഭയുടെ മുമ്പിൽ വെച്ചാ റസൂലുള്ളാഹി വിളിച്ചത്. എന്നിട്ടുണ്ടോ അവനെ കിട്ടുന്നു? ഇവൻ വരുന്നു. കാരണം കണ്ടിട്ട് അത്രയും ഞെട്ടിപ്പോയിനുവൻ. നബിതങ്ങളുടെ ചുറ്റും കോട്ടകളില്ല, കോട്ടമതിലുകളല്ല നബിതങ്ങളെ രക്ഷിച്ചത്. നബിതങ്ങളെ രക്ഷിച്ചത് അങ്കിക്കുപ്പായങ്ങളല്ല, മറിച്ച് വിഖായത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സംരക്ഷണം. അത് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാതെയാക്കി. നോക്കൂ നിങ്ങൾ, എത്ര സുന്ദരമാണ് ഈ പറഞ്ഞ ആശയങ്ങൾ. ഇതേ ഇവൻ തന്നെ. ഇതാണ് അല്ലാഹു തആല ചവിട്ടാൻ വന്ന സമയത്താണ് അല്ലാഹു തആല സൂറത്തുൽ അലഖിൽ നിങ്ങൾ ഓതിയിട്ടുണ്ടാകും. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ അലം യഅലം ബിഅന്നല്ലാഹ യറാ. അതപ്പ ഇറങ്ങിയതാ. ശേഷമുള്ളത് പിന്നൊരു ഘട്ടത്തിൽ ഇറങ്ങിയതാണ്. അതൊക്കെ പറയാൻ നമുക്ക് സമയമല്ല. നമ്മൾ ഈ വിഷയം മാത്രം പറയാം. നബി തങ്ങൾ ചോദിച്ചു അറഅയ്ത, കണ്ടിട്ടുണ്ടോ നബിയെ? നിങ്ങൾ
കണ്ടവരുണ്ടോ? അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, എന്റെ അടിമ നിസ്കരിക്കുമ്പോൾ എന്റെ അടിമയെ തടയാൻ വന്ന പഹയനെ കണ്ടവരുണ്ടോ? അറഅയ്ത. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആ പ്രയോഗം ഇസ്തിഹ്സാഇന്റെ പ്രയോഗമാണ്, പരിഹാസത്തിന്റെ പ്രയോഗമാണ്, ആളെ കൊച്ചാക്കുന്ന പരിപാടിയാണ്. കണ്ടവരുണ്ടോ എന്ന് ചോദിക്കരുത്. മലയാളികൾക്ക് വേഗം തിരിയല്ലോ, കാരണം നമ്മളെ ഇലക്ഷനിൽ കേൾക്കുന്ന ഒരു ശബ്ദം അത്. കണ്ടവരുണ്ടോ? ആരപ്പാ? നമ്മൾ സാധാരണ കേൾക്കുന്ന ആളെ പരിഹസിച്ച് പറയുന്ന അറഅയ്ത, കണ്ടവരുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരപ്പാ? അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ, എന്റെ അടിമ നിസ്കരിക്കുമ്പോൾ അത് തടയാൻ വന്ന പഹയനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാണാത്തത് കൊണ്ടല്ല. തോറ്റുപോയ സ്ഥാനാർത്ഥി നമ്മുടെ വീടാന്തരം വോട്ട് ചോദിച്ചു വന്നതാ, അയാളെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നത് കണ്ടവരുണ്ടോ? കാണാത്തത് കൊണ്ടല്ല. അറഅയ്ത അല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബി അന്നല്ലാഹു യറാ. നബിയേ, നിങ്ങൾ പറയണം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നബിയേ, ഇൻ കാന അലൽ ഹുദാ, ഇവൻ ഈ തടയപ്പെടുന്ന മഹാൻ സന്മാർഗത്തിലാണെങ്കിലോ, സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നയാളാണെങ്കിലോ, ഔ അമറ ബിത്തഖ്വാ, അല്ലെങ്കിൽ തഖ്വ കൊണ്ട് കൽപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതേസമയം തടഞ്ഞ മഹാൻ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല, അവൻ കള്ളനും പിന്തിരിപ്പനുമാണെങ്കിലോ, സത്യത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവൻ, സത്യത്തിന് നേരെ കണ്ണടച്ചവൻ, സത്യത്തെ മുഴുവനും കളവാക്കിയവൻ, ഇതാണെങ്കിൽ തടയപ്പെട്ട ആള് വലിയ മഹാൻ, തഖ്വയുടെ മേൽ നിലയുറപ്പിച്ചയാള്, തഖ്വ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കുന്നയാള്. ഈ ആളെ തടഞ്ഞതോ സമൂഹത്തിൽ ഏറ്റവും മോശക്കാരൻ. ഇവിടെയാണ് മഹാന്മാർ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ എന്നിടത്ത് അബൂജഹലിനെ കുറിച്ചാണ് ഇറങ്ങിയതെങ്കിലും അബൂജഹലിന്റെ പേരില്ല. കാരണം അബൂജഹലിന്റെ ഉപ്പാപ്പ ജനിക്കുന്നതിന്റെ മുമ്പ് ഖുർആൻ തീരുമാനമായിട്ടുണ്ട്. ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലല്ലോ, നേരത്തെ ഉള്ളതാണല്ലോ. ഇത് നമുക്ക് ആ ഭാഗത്തേക്കൊന്നും എത്താൻ കഴിയില്ല. ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും നമ്മൾ എത്തുമെന്ന് തോന്നുന്നില്ല. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക, വളരെ കടുപ്പമുള്ള വിഷയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല ഖുർആനിൽ എന്തുകൊണ്ട് അറഅയ്തല്ലദീ യൻഹാ എന്നിടത്ത് അബൂജഹലിന്റെ പേര് പറഞ്ഞില്ല? അതേസമയം അബൂലഹബിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അബൂജഹലിന്റെ പേര് പറഞ്ഞിട്ടില്ല. അബൂലഹബിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബൂലഹബിന്റേതല്ല. കാരണം അബൂലഹബ് എന്ന വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ നാമമാണത്. ഇതേ രൂപത്തിലാണ് അബൂജഹലിന്റെ പേര് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ട്? ഈ ഏർപ്പാട് ചെയ്യുന്നവരൊക്കെ കാലാകാലം അബൂജഹലുമാർ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ചില മഹാന്മാർ പറയുന്നു, ഫലാ തകൂനു ആബാ ജഹ്ലിൻ, അതുകൊണ്ട് നിങ്ങൾ അബൂജഹലുമാരാവരുതേ. ആബാ ജഹ്ല്, അബൂജഹലുമാരാകരുതേ നിങ്ങൾ. അതെന്താ? നന്മയുടെ വഴിയിൽ മുള്ളിടുന്നവരാവരുത്. നല്ല വഴിയിൽ പ്രവർത്തിക്കുന്ന, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ഒരു വലിയ പണ്ഡിതനെ തടയുന്നത് രണ്ടാം കിട രാഷ്ട്രീയക്കാരനാകുമ്പോൾ അവനെ കുറിച്ച് തന്നെയാണ് ഇത്തരം പ്രയോഗങ്ങൾ ഖുർആൻ നടത്തിയിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അന്ന് സുബഹി പോലും നിസ്കരിച്ചിട്ടില്ലാത്തവനായിരിക്കും ഒരുപക്ഷെ ഒരു വലിയ പണ്ഡിതന്റെ പ്രവർത്തനത്തിൽ മുള്ളു വിതക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സമൂഹത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ളവര്, ഏറ്റവും അത്യുന്നതരെ നന്മയിൽ നിന്ന് തടയുമ്പോൾ ഉണ്ടാകുന്ന ഗതികേടിനെ കുറിച്ച് ഓർക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് സൂചന മതിയല്ലോ, ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അള്ളാഹു ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണെങ്കിൽ എത്ര ഗൗരവമുള്ള കേസാണിത്? അലം യഅലം ബി അന്നല്ലാഹ യറാ, ഇവൻ അറിയൂലേ ഇതൊക്കെ റഹ്മാനായ റബ്ബ് കാണുന്നുണ്ടെന്ന്? എന്നിട്ടാണോ ഈ ധിക്കാരം? ഇവനെയൊക്കെ ഒതുക്കാൻ അല്ലാഹുക്ക് കഴിയൂലേ? നല്ലൊരു ഭീഷണി അവിടെ മുഴക്കി വെച്ചു. എന്നിട്ടോ പാഠം പഠിച്ചോ? ഇല്ല. പക്ഷെ പിന്നീട് അല്ലാഹു തആല ആ ഭീഷണി പഠിപ്പിച്ചു. അത് പറയാൻ എനിക്ക് സമയമല്ല, അടുത്ത ഭാഗം അതാണ്. അലം യഅലം ബി അന്നല്ലാഹ യറാ കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ എന്നിടത്ത് തുടരുന്നത് ആ ഭാഗങ്ങളാണ്. പക്ഷേ നമ്മുടെ വിഷയത്തിലേക്ക് ആവശ്യമായത് മാത്രം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു കാത്തതാണ്. അള്ളാഹുവിന്റെ കാവലാണ് റസൂലുള്ളാഹിക്ക്. പിന്നെ മറ്റൊരിക്കൽ സുജൂദ് ചെയ്തപ്പോൾ അപ്പോഴും അവൻ ഇടപെട്ടു. വന്ന് ഇടപെട്ടു. എങ്ങനെ? അടുത്തേക്ക് വരാൻ ധൈര്യമില്ല, കുറെ ദൂരം നിന്ന് ഇങ്ങനെ ചോദിച്ചു, മുഹമ്മദേ എന്റെ മുമ്പ് തന്നെ വന്ന് ഈ വികൃതി പിന്നെയും കാട്ടണോ? ഞാൻ കഴിഞ്ഞ തവണ എന്നെ വേണ്ടാച്ചതാ, എഴുന്നേറ്റ് പോയിക്കോട്ടോ. അപ്പം വേണ്ടാച്ചതാണ് കഴിഞ്ഞാടേ ഈ ഒരു പ്രയോഗം. അപ്പനാണ് അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിറക്കിയ കല്ലാ, വേണ്ടട്ടോ ഇനിയും ഈ പരിപാടി അവസാനിപ്പിക്കാനായിട്ടില്ലേ ഇവന്? ഇവന്റെ തല നമ്മൾ ഭൂമിയിലൂടെ വലിക്കും. അങ്ങനെയാണ് ബദർ യുദ്ധത്തിൽ വലിച്ചത്. അതുവരെ പറയണം, അപ്പോഴേ അത് പൂർത്തിയാകുള്ളൂ. പക്ഷേ തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗമായതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നിങ്ങൾ തുടർന്നു വരുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ
തിരൂരങ്ങാടിയിൽ ആ ഭാഗത്തൊന്നും എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും തിരൂരങ്ങാടിയിൽ വിശുദ്ധ ഖുർആൻ പഠനവേദി നടക്കുന്നു. അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക എന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉണർത്താനുള്ളത്. കാരണം ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇത് സംബന്ധമായി ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. ഇനി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ഇങ്ങനെ പാടി പാടി വരുമ്പോൾ ഇമാം ബൂസീരി അതിൻ്റെ ഇടയിൽ ഒരു വരി, അതെന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു വരിയാണ്. ഇമാം ബൂസീരി പറഞ്ഞു, എൻ്റെ ഇഹ പര വിജയത്തിന് ഞാൻ മാനദണ്ഡമാക്കിയത് മുഹമ്മദുർ റസൂലുള്ളാഹിയെയാണ്. അതാണല്ലോ നമുക്ക് പഠിക്കേണ്ടത്. വലൽ തമസ്തുഗിന ദാറൈനി മിൻ യദിഹി ഇല്ലസ്തലം തുന്നദാ മിൻ ഖൈരി മുസ്തലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. റഹ്മാനായ റബ്ബേ, നിന്റെ ഹബീബിനെ കൊണ്ട് ഇഹപര സമൃദ്ധി കിട്ടുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനേ. വലൻ തമസ്തു, ഞാൻ അന്വേഷിച്ചിട്ടില്ല, ഞാൻ തേടിയിട്ടില്ല. ഗിനദ്ദാറൈനി, ഇഹപര സമൃദ്ധി, ഇഹപര സമൃദ്ധി, ഇരു വീട്ടിലെയും സമൃദ്ധി ഞാൻ ചോദിച്ചിട്ടില്ല. മിൻ യദിഹി, നബിതങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇല്ലസ്തലം തുന്നദാ മിൻ ഖൈരി മുസ്തലമി, തരുന്നവരിൽ ഏറ്റവും ഉത്തമനായ ഒരാളിൽ നിന്ന് ഞാനത് കൈപ്പറ്റിയിട്ടല്ലാതെ. ഇല്ലസ്തലം തുന്നദാ, വലിയ സംഭാവന തന്നെ ഞാൻ കൈപ്പറ്റിയിട്ടല്ലാതെ, വലിയ ദാനം തന്നെ ഞാൻ കൈപ്പറ്റിയിട്ടല്ലാതെ. മിൻ ഖൈരി മുസ്തലമി, കൈപ്പറ്റപ്പെടുന്നവരിൽ, തരുന്നവരില് ഏറ്റവും അത്യുത്തമരായവരിൽ നിന്നാണ് ഞാനത് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ ദുന്യാവിന്റെ ആഖിറത്തിന്റെ വിഷയം റസൂലുള്ളാഹിനോട് ഞാൻ ചോദിച്ചിട്ട് റസൂലുള്ളാഹി എന്നെ ഖായിബാക്കിയിട്ടില്ല. ആരാ പറയണത്? ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി. സുഹൃത്തെ, അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ ഓരത്തു നിന്നോ അള്ളാഹുവിന്റെ ഹബീബിനെ മാറ്റി നിർത്തിയിട്ട് എന്നോ ജീവിച്ചു മരിച്ചു മണ്ണായി പോയ ഒരു ഹബീബ് എന്നോർക്കുന്നവർക്ക് ഇതിനൊന്നും കഴിയൂല. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് എന്ന് പച്ചയായി ആയത്തിനെ ഇന്നും ഓർക്കാൻ കഴിയുന്നവർക്ക് യഥാർത്ഥത്തില് ഈ ഒരു ഹരിതക ഭൂമിയിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ കഴിയൂ. ഈ പച്ച പിടിച്ച ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആ ഹരിതക ഭൂമിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. അതാവട്ടെ നിങ്ങളുടെ ഹൃദയം. ഇന്ന ബൈതൻ തസാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയോ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് മതി. തീർച്ചയാണ്. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹിൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ എന്ന ഗ്രന്ഥത്തില് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ദുനിയാവിലും ആഖിറത്തിലും ഇത് നമുക്ക് ഫലിക്കും എന്നതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ടവര്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ഹബീബ് മതി എന്നതിന്. ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെയാ പറഞ്ഞു തീർക്കുക? ഒരുപാട് ഭാഗങ്ങളുണ്ട് പറയാൻ. ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അപേക്ഷിച്ചതുകൊണ്ട്, റസൂലുള്ളാഹിനെ മുൻനിർത്തി അള്ളാഹുവിനോട് പറഞ്ഞതുകൊണ്ട് വല്ല ഫലവും കിട്ടിയവരുണ്ടോ? തീർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു യഅഖൂബ് അൽ-ലരീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഖറജതു ഉരീദു ഷാം, ഞാൻ ഷാമിലേക്ക് പുറപ്പെട്ടു. ഷാമിലേക്ക് ഞാൻ യാത്ര ചെയ്തു. ഷാം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്റെ പുറപ്പാട്. അങ്ങനെ പുറപ്പെട്ട് ഞാൻ എത്തിപ്പെട്ടത് അലഞ്ഞു തിരിഞ്ഞൊരു വലിയ മരുഭൂമിയിലാണ്. വഴി കാണാതെ ഞാൻ കുഴങ്ങി. എങ്ങനെ നടന്നാലും വലിയ കണ്ണ് കാണാത്ത അറ്റമില്ലാത്ത മരുഭൂമി. പല ആളുകളും അങ്ങനെ പറയാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ആടുമേക്കൽ വിസക്ക് പോയ ആളുകൾ നേരിട്ട് പറഞ്ഞ ഓരോ അനുഭവങ്ങളുണ്ട്. കൂട്ടത്തിൽ ആരെങ്കിലും അതിനൊക്കെ ഇരകളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ബോധ്യപ്പെടും. ആടുമേക്കൽ വിസക്ക് പോയിട്ട് അറ്റം കാണാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടത്, വെള്ളവുമില്ല ഭക്ഷണവുമില്ല. പിന്നെ അവിടെ നിന്ന് നടന്ന് ഒരു വണ്ടി കാണാൻ വേണ്ടി 25ഉം 50ഉം ഒക്കെ കിലോമീറ്റർ നടക്കേണ്ടി വന്നു എന്ന് ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് ഞാൻ വേദനയോട് ഓർക്കുകയാണ്. അപ്പൊ അതേ രൂപത്തിൽ ഇയാൾക്ക് ഒരു പിടുത്തും കിട്ടാത്ത ഒരു ഭൂമിയിലാണ് അയാൾ ചെന്ന് വീണത്. മുഹമ്മദ് ഇബ്നു യഅഖൂബ് എന്ന് പറയുന്ന ഇദ്ദേഹം. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ ദിവസങ്ങളോളം അവിടെ കഴിച്ചുകൂട്ടി. ഹത്താ അശ്റഫ്തു അലൽ മൗത്ത്, അങ്ങനെ മരണത്തിന്റെ വക്കിലെത്തി ഞാൻ അങ്ങനെ കഴിച്ചു കൂട്ടുമ്പം ഇതാ രണ്ടാളുകള്, രണ്ട് പുരോഹിതന്മാരെന്ന് തോന്നുന്നു, അവരവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോ എനിക്ക് തോന്നി അന്നഹുമാ ഖറജാ മിൻ മകാനിൻ ഖരീബ്, തൊട്ടടുത്തുനിന്ന് പുറപ്പെട്ടതാണെന്ന് തോന്നുന്നു. അവരുടെ വീടും അന്വേഷിച്ച് നടക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഫമിൽതു ഇലൈഹിമാ, ഞാൻ അവരുടെ അടുത്ത് ചെന്നു, അവരെ കണ്ടു.
അവരെ കണ്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അയിന തുരീദാൻ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു. അയിന തുരീദാനി, നിങ്ങളുടെ ലക്ഷ്യം എവിടെയാ, ഈ യാത്രയുടെ ലക്ഷ്യം എവിടെക്കാണെന്ന് ചോദിച്ചു വരും. മുഹമ്മദ് ബിൻ യാക്കൂബ് ഇങ്ങനെ അന്തം വിട്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയാണ്, രണ്ടാളുകളെ ഞാൻ കണ്ടു, അവർ തൊട്ടടുത്തുനിന്നങ്ങോ വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അവർ വീടും അന്വേഷിച്ച് നടക്കുകയാണെന്ന് വിചാരിച്ചു. അവരെടുത്ത് എന്നിട്ട് ചോദിച്ചു, അയിന തുരീദാനി, നിങ്ങൾ എവിടുക്കാ പോകുന്നു ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ലാനെതിരി, ഞങ്ങൾക്ക് അറിഞ്ഞൂടാം, എങ്ങോട്ടാ പോകുന്നത് ഇവർക്ക് അറിഞ്ഞൂടാം. ഇങ്ങനെ ഉണ്ടാവുക ഒരാള്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ പരിപാടി, എവിടുക്കാ പോണത് എന്ന് ഇവർക്ക് അറിയില്ല. എവിടെന്നാ ഞങ്ങൾ വരുന്നത് അതറിയോ ചോദിച്ചു. ലാനെതിരി, അവർ പറഞ്ഞു അത് ഞങ്ങൾക്കറിയില്ല, എവിടുന്നാ വരുന്നതെന്നും അറിയില്ല, എവിടുക്കാ പോകുന്നതെന്നും അറിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് കേട്ടപ്പോ ഒരു തമാശയായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആ തെതിരിയാനി അയിന അന്തുമ, നിങ്ങൾ രണ്ടാളും എവിടെയാ നിങ്ങൾക്ക് അറിയോ ചോദിച്ചു. നിങ്ങൾ രണ്ടാളും എവിടുത്തേരാണെന്ന് അറിയോന്ന് വെച്ചു. അപ്പോ അവര് ഉടനെ തന്നെ അത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞാൻ അതെ. എവിടെയാണെന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു, അതെ അറിയാം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എവിടെയാ? അപ്പൊ ഇവരുടെ മറുപടി, ഫീ മുൽക്കിഹി വബൈന യദൈ, അവന്റെ അധികാരത്തിലും അവന്റെ ഉടമയിലും അവന്റെ അധികാരത്തിലും അവന്റെ മുന്നിലും. ആരുടെ എന്നൊന്നും പറഞ്ഞില്ല. അവന്റെ മുന്നിൽ അവന്റെ അധികാരത്തിലുള്ള ആളുകൾ, ഇത്രയേ ഉള്ളൂ. വീട് കാര്യത്തൊന്നും പറയാനില്ല. അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കുന്ന മഹാന്മാരാണ്, എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ്. ഇത് കേട്ടപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലായി, കുഴപ്പം എനിക്കാണ്. അപ്പൊ അദ്ദേഹം ഫാഖബൽതു അലാ നഫ്സി, അദ്ദേഹം പറയാണ്, അഖൂലുലഹ, എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ പറഞ്ഞു, റാഹിബാനി യതഹഖഖാനി തവക്കുല അലല്ലാഹ്, അള്ളാഹുവിന്റെ മേൽ തവക്കുൽ ഉറപ്പിച്ച രണ്ടാളുകളാണ്. എന്നാൽ മോനെ, നിനക്ക് പറ്റിയ കുഴപ്പം നിനക്ക് തവക്കുലില്ലെന്നതാണ്. അദ്ദേഹം സ്വന്തം ശരീരത്തോട് പറയാണ്. മുഹമ്മദ് ബിൻ യാക്കൂബ് എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞു, സദ്ദിഖ് യാ മിസ്കീൻ തവക്കുലക അലല്ലാഹ്, സാധു, നീ നിന്റെ തവക്കുലൊന്ന് ഉറപ്പിക്ക്, പടച്ചോന്റെ മേൽ നിഷ്കളങ്കമായ തവക്കുല് വെക്ക്, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും, ഉറപ്പാണ്. വസല്ലിം ലഹു ഫീ ജമീഇ ഉമൂരിക, എല്ലാ കാര്യത്തിലും നീ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവനും. എങ്കിൽ തസ്ലീൽ അല്ലാഹ്, നീ അകപ്പെട്ട ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും, നിനക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കും. ഉടനെ തന്നെ അവരോട് ഞാൻ ചോദിച്ചു, ശരി, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായി വളരെ നല്ല ഒരു കൂട്ടരാണെന്ന് തോന്നുന്നു. ഉടനെ അവരോട് ചോദിച്ചു, നിങ്ങളോടൊപ്പം കൂടാൻ എനിക്ക് അനുമതി തരുമോ? ഞാൻ നിങ്ങളെ കൂടെ വരട്ടെ, നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട്, ഫ്രണ്ട്ഷിപ്പിന് അനുവദിക്കോ? ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കോ എന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു, മോനെ, അതാവാം, അത് വേണമെങ്കിൽ ആയിക്കോ, ഞങ്ങളെ കൂട്ടുകാരനായിട്ട് വരാം. അങ്ങനെ ഞാൻ കൂട്ടുകാരനായി അവരുടെ കൂടെ സഞ്ചരിച്ചു. ഒരു വലിയ സംഭവമാണ്, ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം. ഞാൻ അവരുടെ കൂടെ സഞ്ചരിച്ചു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവർ നിസ്കരിക്കാൻ നിന്നു. മഗ്രിബ് നിസ്കാരം, വഖംതു ഇലാ സ്വലാത്തിൽ മഗ്രിബി, ഞാനും മഗ്രിബ് നിസ്കരിക്കാൻ നിന്നു. ഫതയമ്മംതു വസല്ലൈതു ഫനദറ ഇലയ്യ വലഹികാ മിന്നി, ഞാൻ മഗ്രിബ് നിസ്കരിക്കാൻ നേരത്ത് വെള്ളമൊന്നുമില്ലല്ലോ, മരുഭൂമിയിലല്ലേ, ഞാൻ ഭൂമിയിൽ അടിച്ചിട്ട് തയമ്മം ചെയ്തു. അപ്പൊ ഇവര് നിസ്കരിക്കാൻ നിന്നിട്ടുണ്ട്. ഇവര് നേരത്തെ തന്നെ ഒതു എടുത്ത് വന്നവരായിരിക്കും. ഇവര് ഒതു എടുത്തിട്ടില്ല. ഇവര് നിസ്കരിക്കാൻ നിന്നപ്പോ ഞാനിങ്ങനെ തയമ്മം ചെയ്ത് നിസ്കരിക്കുന്ന കണ്ടപ്പോ ഇവർ എൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് വലഹികാ മിന്നി, എന്നെ കളിയാക്കി ചിരിക്കുന്നത് പോലെ തോന്നി എനിക്ക്. സാധു വെള്ളം കിട്ടാതെ തയമ്മം ചെയ്യാണ്. വലഹികാമിന്നി, ഇവിടെ വെള്ളത്തിന് വേറെന്താ മാർഗം? അപ്പൊ ഇവര് ചിരിച്ചത് എനിക്ക് പിന്നെയാ തിരിഞ്ഞത്. അദ്ദേഹം പറയാ, ഫലമാ ഫറഗാ മിൻ സലാത്തിഹിമാ ദറബ അഹദുഹുമാ ബിയദിഹിൽ അർള വഇദൽ മാഉ കല്ലഹർ. അതാ വിഷയം. ഇവര് വിചാരിക്കണം വെള്ളം കിട്ടാൻ ഇത്രയൊക്കെ പ്രയാസമുണ്ടോ? ഇത് കൂട്ടര് കുറച്ച് ഉയർന്ന കൂട്ടരാ, ഇദ്ദേഹത്തിന് എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരെന്നെ കളിയാക്കി ചിരിച്ചത്. അങ്ങനെ നിസ്കാരം കണ്ട് കഴിഞ്ഞപ്പോ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ഭൂമിയിലാണ്ട് അടിച്ചപ്പോ വെള്ളം അതാ ഇഷ്ടം പോലെ. ഖറാമത്താണ്, വെള്ളം ഇഷ്ടം പോലെ. അതാ ആ വെള്ളം കൊണ്ട് അതാ ആ വെള്ളം അവിടെ വന്നു. എന്നിട്ടോ ഭക്ഷണം റെഡിയാണ്. ഇതൊക്കെ കറാമത്തായിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ ഒരടിയാണ് അടിച്ചപ്പോഴേക്ക് വെള്ളം അവിടെ ഉണ്ട്, ഭക്ഷണം അവിടെ ഉണ്ട്. ഭക്ഷണം റെഡിയാണ് മുന്നില്. ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടെയാണ് പഠിക്കാനുള്ളത്. എന്ത്? ഇങ്ങനെ വലിയ കറാമത്ത് കാട്ടിയപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടെങ്കിലും സുമ്മായിക്കൻതു, പിന്നെ ഞാനൊരു കാര്യം അവിടെ ഉറപ്പിച്ചു വെച്ചു. അതെന്താ? അന്നൽ കറാമത്തെ കത്തക്കൂനു അല യതി അതുമില്ല. ചിലപ്പോ അള്ളാന്റെ ശത്രുക്കൾക്കും ഉണ്ടാകും ഇത്തരം വികൃതികളൊക്കെ. ഉണ്ടോ? വ്യാജ തരീക്കത്തിൽ കുടുങ്ങിപ്പോകുന്ന പലരും ഉണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇത്ര വലിയ കറാമത്ത് കണ്ടാക്കുന്നത് വലിയ എന്നാണ് ഉറപ്പിച്ചാൽ പോരെ. പക്ഷെ അദ്ദേഹം ഒന്നും കൂടെ വീണ്ടാലോചിക്കുകയാണ്. എന്താണ്? പുനരാലോചിക്കണം. കാരണം അള്ളാഹുവിന്റെ ശത്രുക്കളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും. സത്യസായി ബാവ
അന്തരീക്ഷത്തിൽ നിന്ന് സ്വർണ്ണം എടുത്ത് കാണിക്കുന്ന അത് കണ്ട് വലിയ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു വികൃതി കാണുമ്പോഴേക്ക് അത് ശരിയാണെന്ന് കരുതാൻ പാടില്ല. വളരെ വളരെ പിന്നോട്ട് മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഞാനോട് ഉറപ്പിച്ചു, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ കയ്യാലയും കറാമത്തൊക്കെ വരും. അത് അവരെ ചൂണ്ടലിട്ട് പിടിക്കുകയാണ്. അള്ളാഹു എത്രത്തോളം ഇവൻ ധിക്കാരം കാണിക്കും, അങ്ങനെ ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇത് കറാമത്താണോ അതോ ഒരു കറാമ്പെറുപ്പാണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കണമെങ്കിൽ കുറച്ചും കൂടെ കഴിയണം. കണ്ടോ നിങ്ങൾ, ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇവരിലുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടേ അത്ഭുതം കാണുമ്പോഴേക്ക്, അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് കുടുങ്ങിപ്പോകില്ല. കണ്ടോ നിങ്ങൾ, ഇതും കൂടെ നിങ്ങൾ കൂട്ടത്തിൽ വായിക്കേണ്ടതാണ്. ഏതാവട്ടെ, നമ്മുടെ വിഷയം അതല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കറാമത്ത് കിട്ടണമെങ്കിൽ ഇസ്തിഖാമത്തിന്റെ കറാമത്താണ് യഥാർത്ഥ കറാമത്ത്. ദീനീ വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ നീങ്ങണം. വഇന്നമൽ കറാമത്തുൽ മുഖറബതു മിനല്ലാഹി കറാമത്തുൽ ഇസ്തിഖാമത്തി മഅല്ലാഹ്. ശരീഅത്തിന് വിരുദ്ധമായി നീങ്ങിയാൽ അതിന്റെ പേര് കറാമത്തല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുകയാണ്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, സുമ്മ ഖാലാലി ഉദ്നു വകുൽ വശ്റബ്. അവരെന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തിരുന്നോ, തിന്നോ, കുടിച്ചോ, അങ്ങനെ വെള്ളമുണ്ട് ഭക്ഷണമുണ്ട് ഒക്കെ ഉണ്ട്. ഫഅകൽതു വശരിബ്തു വതവല്ലതു. അപ്പൊ ഞാൻ കുടിച്ചു, അതുപോലെ തിന്നു, വതവല്ലതു, ഉദു എടുത്തു. കാരണം ഇവർ ഇതിന്റെ മുമ്പ് എവിടുന്നോ അടിച്ച് വെള്ളം എടുത്ത് ഉദു ചെയ്ത് വന്ന കൂട്ടരാ. അപ്പോ ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ ഉദു എടുത്തു. അങ്ങനെ ഉദു എടുത്തു. സുമ്മ ഗാബൽ മാഉ അന്നാ. ആവശ്യം കഴിഞ്ഞപ്പോൾ വെള്ളം പോയി, വെള്ളം കാണാനില്ല. അങ്ങനെ പിന്നെ വീണ്ടും അവർ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നു, ഞാനും നിസ്കാരത്തിലാണ്. അങ്ങനെ രാത്രി സമയത്ത് ഹത്താ അസ്ബഹ്നാ, നേരം പുലരുന്നത് വരെ ഞങ്ങൾ നിസ്കരിച്ചു. സുമ്മ സിർനാ ഇലൽ ലൈലി, പിന്നെ രാത്രി വരെ നടന്നു. രാത്രിയായപ്പോൾ ഫലമ്മാ അംസൈനാ ഖദിമൽ ആഖർ, അന്ന് വൈകുന്നേരമായപ്പോൾ മറ്റേയാൾ വന്നു. ഫദഅ ബിസാഹിബിഹി ബഅദ അൻ സല്ലാ ബിഹി വദറബൽ അർള ബിയദിഹി ഫനബഅൽ മാഉ വദഹറ തആം. പിന്നെ മറ്റേയാൾ വന്നു. ഇന്നലെ അടിച്ച ആളല്ല ഇന്ന് അടിച്ചത്, ഇന്ന് മറ്റേയാളാ അടിച്ചത്. രണ്ടാളും നല്ല പവറുള്ള ആളാണ്. മറ്റേയാള് ഭൂമിയിലൊന്നാണ് അടിച്ചു. അതാ വരുന്നു. ഫനബഅൽ മാ, വെള്ളം ഉറവയെടുത്തു. വദഹറ തആം, ഭക്ഷണം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ ഭക്ഷണം റെഡി, വെള്ളം റെഡി. ഇനി ഇതിന്റെ മുമ്പിൽ അവരെന്നോട് പറഞ്ഞു, ഉദുനു വകുൽ വശ്റബ് വതവല്ലൽ, തിന്നോ, കുടിച്ചോ, ഉദു എടുത്തോ. അങ്ങനെ ഞങ്ങൾ തിന്നു, കുടിച്ചു, ഉദു ചെയ്തു. പിന്നെ ആ വെള്ളം വീണ്ടും ആവശ്യം കഴിഞ്ഞപ്പോ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പം മൂന്നാമത്തെ രാത്രി വന്നപ്പം ഫലമ്മാ കാനത്തിൽ ലൈലത്തു സാലിസ, അവിടെയാണ് നമ്മുടെ വിഷയം. മൂന്നാമത്തെ രാത്രി വന്ന സമയത്ത് ഖാലാലി, അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു, ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. മിനിയാന്ന് മറ്റോന്റെ തിന്നു, ഇന്നലെ മറ്റോന്റെ തിന്നു. ഇന്ന് രാത്രിയായപ്പോ അവരെന്നോട് പറഞ്ഞു, യാ മുസ്ലിം അല്ലൈലത്തു ലൈലത്തുക വനൗബതുക, ഇന്നത്തെ രാത്രി നിന്റെ രാത്രിയാണ്, നിന്റെ ഊടമാണ്. ഇത് വെള്ളം ഭക്ഷണം എന്റെ കയ്യിലാട്ടോ, അടിച്ചു കണ്ടെടുക്കണം. ഇത് കേട്ടപ്പോഴേക്കും ഞാൻ ആകെ ബേജാറായിരുന്നു. കാരണം ഇത് തിന്നാൻ സുഖം ഉണ്ടായിരുന്നു. ഇത് ഞാൻ അടിച്ച അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് യാതൊരു പിടുത്തൂല്ല. ഇവിടെയാണ് ഹബീബിനെ മുൻനിർത്തിയിട്ട് കൽബ് പൊട്ടിയാണ് ചെയ്യാണ്. അതാ വിഷയം. ഇങ്ങനെയാണ് വന്നപ്പോ പടച്ചോനെ, ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഖാല മുഹമ്മദ് ബിൻ യാക്കൂബ് പറയുന്നു, ഇങ്ങനെ വന്നപ്പം ഫസ്തഹ്യയ്തു മിൻ ഖൗലിഹിമാ, അവരുടെ വാക്ക് കേട്ടിട്ട് ഞാൻ നാണിച്ചു പോയി. പടച്ചോനെ, ഞാൻ മാനം കെടുമല്ലോ. വദാഖലനി മിൻ ദാലിക ഹമ്മുൻ ശദീദ്, വലിയ ടെൻഷൻ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്തു ചെയ്യും ഞാൻ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. വഖിഫ്തുൽ ഫളീഹ, ഞാൻ ഇവിടെ മാനക്കേടാവുമല്ലോ, ഞാൻ ആകെ വഷളാവുമല്ലോ എന്ന് ഞാൻ പേടിച്ചു. പക്ഷേ എന്റെ ആ പേടിയൊക്കെ വങ്കസറ കൽബി, എന്റെ ഹൃദയം പൊട്ടി. പക്ഷേ അതൊക്കെ ഞാൻ അവിടെ മറച്ചു വെച്ചു, ആരെയും കാണിച്ചില്ല. ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എന്റെ മനസ്സിൽ ആത്മാർത്ഥമായി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഅലമു അന്ന ദുനൂബി ലം തദഇലി ഇൻദക ജാഹം വലാ വജാഹാ വലാകിന്നി അസ്അലുക ബിഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖദരിഹിൽ അളീം ഇൻദക ഇല്ലാ മാ ജബർത ഖൽബി. പഠിച്ചവനെ, അല്ലാഹുമ്മ ഇന്നി അഅലം, പഠിച്ചവനെ, ഈ സാധുവിന് ഉറച്ച തീരുമാനമുണ്ട്, അറിയാം, ഉറച്ച വിശ്വാസമുണ്ട്, എനിക്ക് ശരിക്കറിയാം പഠിച്ചവനെ, അന്നദുനൂബി, ഞാൻ ചെയ്തു കൂട്ടിയ പാപ കൂമ്പാരമില്ലേ, ലം തദഇലി ഇൻദക ജാഹം വലാ വജാഹ, നിന്റെ അടുത്ത് എനിക്ക് ഇത്തരത്തിലുള്ള പവറും സ്ഥാനവും ഒന്നും എന്റെ പാപങ്ങൾ ബാക്കി വെക്കുന്നില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്ത പാപം കൊണ്ട് എനിക്ക് ബോധ്യമുണ്ട്, ഇത്തരത്തിലുള്ള പവറൊന്നും എനിക്ക് കാണിക്കാൻ കഴിയൂല. പക്ഷേ എന്നെ മാനം കെടുക്കരുത് റബ്ബേ. വലാകിന്നി അസ്അലുക ബിഹബീബി, പക്ഷേ ഞാൻ ചോദിക്കുന്നത് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ ഹക്ക് ജാഹു കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പടച്ചോനെ നീ എന്നെ മാനം കെടുക്കരുത്. നിന്റെ അടുത്ത് ഹബീബിന് വലിയ സ്ഥാനമുണ്ടല്ലോ പടച്ചോനെ. ഇല്ലാമാ ജബർത ഖൽബി, നീ എന്റെ ഖൽബ് പരിഹരിച്ചാലല്ലാതെ ഒരു മാർഗവുമില്ല. നീ എന്നെ പരിഹരിക്കുകയല്ലാതെ എന്റെ ഖൽബിദാ തകരുന്നു റബ്ബേ. നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം, നീ എനിക്ക് വെള്ളം തരണം. ആ സമയത്ത് ഞാൻ മനസ്സിന് ആത്മാർത്ഥമായി ഇതങ്ങ് ദ്വാരുന്നപ്പോ അപ്പോ അതാ സാഠി വരുന്ന വെള്ളം, വലിയൊരു നദി തന്നെ കുത്തി ഒഴുകി ഇങ്ങോട്ട് വരുന്നു. ഇഷ്ടം പോലെ ഭക്ഷണം. അപ്പോ മറ്റൊരാകെ അന്തം വിട്ടു, ഇവൻ അടിക്കും വേണ്ടല്ലോ കണ്ടെങ്കിൽ, ഇവൻ അടിക്കും വേണ്ട സാധനം വിചാരിച്ചപ്പോഴേക്ക് വന്നല്ലോ. അവർ അത്ഭുതപ്പെട്ടു പോയി. ഇത് ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് മാത്രം നടന്നതാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരു നല്ല മനുഷ്യനും ആവും, വലിയ മഹാനും ആവും. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിനെ മുൻനിർത്തി ചോദിച്ചപ്പോൾ കണ്ടോ നിങ്ങൾ, ഇതാ മഹാനായ ഇമാം ബൂസീരി പറഞ്ഞത്, ആഖിറവും പരലോകവും ചോദിച്ചിട്ട് എനിക്കൊന്നും മുടങ്ങിയിട്ടില്ല. ആഖിറവും ദുനിയാവും ചോദിച്ചിട്ട് ഒന്നും മുടങ്ങിയിട്ടില്ല, എല്ലാം കിട്ടിയിട്ടുണ്ട്. ആഖിറത്തിനും കിട്ടിയിട്ടുണ്ട്, ദുനിയാവിനും കിട്ടിയിട്ടുണ്ട്. ദുനിയാവിൽ കിട്ടിയതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ദുനിയാവിൽ മറ്റൊരാൾക്ക് കിട്ടിയതിനൊരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മഹബത്ത്, തെളിഞ്ഞ മഹബത്തുണ്ടോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. എത്രയോ പറയാൻ, അങ്ങനെ ആ വിഷയം കുറെ പറയാനുണ്ട്. ഇനിയും അതിൻ്റെ ബാക്കി ഒരുപാട് വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ റെഡിയായി. ആ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ, ഞാൻ ദുആ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് യഥാർത്ഥത്തിൽ വീണ്ടും ഒരു ഊഴം എനിക്ക് വന്നു. 6ാമത്തെ ദിവസം വീണ്ടും ഒരു ഊഴം കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ ദ്വാരുന്നു. അന്ന് എനിക്ക് കിട്ടിയത് 2 ആളുടെ ഭക്ഷണമാണ്. 2 ആളുടെ ഭക്ഷണമാണ്. 2 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും 2 ആൾക്ക് കഴിക്കാനുള്ള വെള്ളവും, 2 ആൾക്ക് കുടിക്കാനുള്ള വെള്ളവും, 2 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും. അപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നി, യാ മുഹമ്മദ് ബിൻ യാക്കൂബ്, ഇയാളുടെ പേരും മുഹമ്മദാണ്. മുഹമ്മദ് ബിൻ യാക്കൂബ്, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? താൻ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് അങ്ങനെയാണ് നിന്നെ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, കൂട്ടുകാർക്കാണ് കൊടുത്താളാ, നെയ്യ് പട്ടിണി കിടന്നാളാണ്. അപ്പൊ ഞാൻ ഓൽക്ക് കൊടുത്തു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഇതെന്തേ അത്ഭുതം, ഇന്ന് ഞങ്ങൾക്ക് തന്ന് നെയ്യ് കഴിക്കാതിരുന്നത്? അപ്പൊ പറഞ്ഞു, എൻ്റെ ഹബീബിന്റെ മാർഗ്ഗം അതാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സമൃദ്ധി കിട്ടിയ ആളുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറുങ്കൽ വന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ആ ഖബറുങ്കൽ വന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവർക്ക് അല്ലാഹു തആല മാപ്പ് കൊടുത്ത സംഭവം കാണാം. ഇത് ആഖിറത്തിലേക്കുള്ള നേട്ടാണ്. ആഖിറത്തിലേക്കുള്ള നേട്ടാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മുഹമ്മദുനിൽ ബാഹിലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് മദീനത്ത് ചെന്നപ്പോൾ ദഖൽതുൽ മദീനത ഹത്താ ദഹൈതു ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മദീനയിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നു. ഫഇദാ ബിഅറാബിയ്യിൻ, ആ സമയത്ത് അവിടെ ഒരു അറാബി വന്ന് അയാളുടെ ഒട്ടകത്ത് അവിടെ മുട്ടുകുത്തിച്ചിട്ടുണ്ട്. അയാൾ നേരെ റസൂലുള്ളാഹിന്റെ റൗദയിലേക്ക് അങ്ങ് കടന്ന് ഫസല്ലമ സലാമൻ ഹസന, നബി തങ്ങൾക്ക് വളരെ സുന്ദരമായൊരു സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് വേണ്ടി എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ദണ്ഡമാണ് നബിയേ. നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹസ്സക ബിവഹീഹി, അല്ലാഹു നിങ്ങൾ അവന്റെ വഹി കൊണ്ട് പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ്. വഅൻസല അലൈക കിതാബഹു, അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ നിങ്ങളുടെ മേൽ ഇറക്കിയവരാണ്. വജമഅലക ഫീഹി ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, മാത്രമല്ല നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യത്തവരുടെയും അവസാനത്തവരുടെയും ജ്ഞാനം നൽകപ്പെട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്? നബി തങ്ങൾ ഒരു സഹീഹായ ഹദീസിൽ പറഞ്ഞു, ഊതീതു ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ, എനിക്ക് മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അറിവ് നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തല പുണ്ണായി ചിന്തിച്ചു കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനങ്ങള് അതടക്കം ഹബീബിന് അറിയുമെന്ന് വിശ്വസിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. നബി തങ്ങൾ പറയുന്നു, ആഖിരീങ്ങളുടെ വിവരവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇൽമൽ അവ്വലീന വൽ ആഖിരീൻ. അതുകൊണ്ടാണ് ഫഇന്ന മിൻ ജൂദിക ദുനിയാ വ വറതഹ വമിൻ ഉലൂമിക ഇൽമ
മല്ലൗഹി വൽ ഖലമി. നബിയെ, അങ്ങയുടെ ദാനത്തിന്റെ ചെറിയൊരു ഭാഗമല്ലേ അദ്ദുന്യാ വദറതഹ, ദുനിയാവും അതിന്റെ ചക്കളത്തിയായ ആഖിറവും. അത് രണ്ടും അങ്ങനെയല്ല നബിയെ, കഴിഞ്ഞില്ല. വമിൻ ഉലൂമിക്, നബിയെ നിങ്ങളുടെ അറിവിന്റെ ചെറിയ ഒരു അംശമല്ല നബിയെ. വമിൻ ഉലൂമിക് ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹുൽ മഹ്ഫൂദിൽ കലം കൊണ്ടെഴുതിയ വിവരങ്ങളും, അല്ലെങ്കിൽ ഇൽമൽ ലൗഹി വൽ ഖലമി, പേനയായ പേന കൊണ്ട് ബോർഡായ ബോർഡുകളില് എഴുതിയ മുഴുവൻ അറിവും, പുസ്തകങ്ങളിൽ വരച്ചിട്ട അറിവ്, പലകകളിൽ വരഞ്ഞിട്ട അറിവ്, പേന കൊണ്ടെഴുതിയ അറിവ് നബിയെ അങ്ങേക്കുണ്ട്. അതൊക്കെ നിങ്ങളുടെ അറിവിന്റെ ചെറിയ ഒരു ഭാഗമാണ്. വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതുകൊണ്ട് നബിയെ, നിങ്ങൾക്ക് മുൻഗാമികളെ കുറിച്ച് അറിയാം. മുൻഗാമികളുടെ അറിവുണ്ട്, പിൻഗാമികളുടെ അറിവുണ്ട്. നിങ്ങളുടെ അറിവിന്റെ റേഞ്ച് തീരുമാനിക്കാൻ, നിങ്ങളുടെ അറിവിന്റെ റേഞ്ച്, ആ വ്യാപ്തി എത്രമാത്രമാണ് എന്ന് തീരുമാനിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ് നബിയെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലൗ അന്നഹും ഇല്ലലമു, അദ്ദേഹം ഓതുകയാണ്, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും. നബിയെ, ജനങ്ങൾ അവരുടെ സ്വന്തം ശരീരങ്ങളോട് അതിക്രമങ്ങൾ ചെയ്താൽ, മുഴുവൻ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ചെയ്തവർ കൂത്താടുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോ ജാഊക, അവർ നിങ്ങളുടെ അടുത്തെത്തും. പാപഭാരം താങ്ങാനാവാതെ നിങ്ങളുടെ അടുത്തെത്തും നബിയെ അവർ. ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ ചെയ്യും. ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. മാത്രമല്ല, അവരുടെ പ്രവാചകൻ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയും. അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ ചോദിക്കും. പടച്ചോനെ, പാപം പുറത്തേനെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളന്റെ അടുത്ത് വന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് നബി തങ്ങളുടെ അടുത്ത് വന്ന്, വഫാത്തിന്റെ ശേഷം റൗളയുടെ അടുത്ത് വന്ന്, ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, ആ സമയത്ത് റസൂലുള്ളാഹി അവർക്ക് വേണ്ടി പാപമോചനത്തിന് യാചിക്കും. പടച്ചോനെ, ഈ സാധുവിന് നീ പുറത്തു കൊടുക്കണേ എന്ന് റസൂലും പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വജദുല്ലാഹ തവ്വാബർ റഹീമാ, അവർക്ക് അവരുടെ റബ്ബിനെ, അല്ലാഹുവിനെ തൗബ സ്വീകരിക്കുന്നവനും കരുണക്കടലുമായി അവർക്ക് കാണാൻ കഴിയും. വല്ലാത്ത സ്നേഹമുള്ളവൻ, വല്ലാതെ തൗബ സ്വീകരിക്കുന്നവൻ, പക്ഷാതാപം സ്വീകരിക്കുന്നവൻ. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, റബ്ബേ, ഒരാഴ്ചയോളമായി ഇതുപോലെ ഇവിടെ സംഗമിക്കുന്ന, ഒരാഴ്ചയിലധികമായി റബ്ബേ ഇവിടെ ഒത്തുകൂടുന്ന നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ടാണ് ഈ ഇരിക്കുന്നവരിൽ അധിക പേർക്കും നിന്റെ ഹബീബിന്റെ റൗള കാണാൻ കഴിയാത്തവരായിരിക്കും. ഞങ്ങളുടെ പാപഭാരങ്ങളും കൊണ്ട് നിന്റെ ഹബീബിന്റെ റൗളയിൽ വന്ന്, അതാ ഹബീബ് കിടക്കുന്ന ആ ഹോളിന്റെ നേരെ നിന്ന് വളരെ സങ്കടത്തോടെ ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ ഹബീബിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഹബീബ് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ അടുത്ത് റെക്കമെന്റ് പറഞ്ഞു, പാപം പൊറുക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. എത്രയും പെട്ടെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, ഹബീബിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. പഠിച്ചവനെ, നിന്റെ ഹബീബിന്റെ മേൽ ഞങ്ങൾ ചൊല്ലുന്ന സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കത് സാധിപ്പിച്ചു തരണേ റഹ്മാനെ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ ആയത്തങ്ങോതിയിട്ട് അറാബി പറയുന്നു നബി തങ്ങളോട്, വഖദ് അതൈതുക മുഖിറം ബിദ്ദുനൂബ്, നബിയേ, ഈ സാധു നിങ്ങളുടെ അടുത്ത് വന്നത് എന്റെ പാപം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നബിയേ. എന്നിട്ട് മുസ്തശ്ഫി അംബിക ഇലാ റബ്ബിക്, എന്റെ റബ്ബിനോട് നിങ്ങളൊന്ന് റെക്കമെന്റ് പറയണം. അത് അന്വേഷിച്ച് വന്നതാണ് ഞാൻ, അതും തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. നിങ്ങളുടെ റെക്കമെന്റ് തേടി, നിങ്ങളുടെ ഷഫാഅത്ത് വേണം. ഈ സാധുവിനോടൊന്ന് ഈ സാധുവിനൊന്ന് പുറത്തു തരാൻ നിങ്ങളുടെ റബ്ബിനോടൊന്ന് പറയണം നബിയേ എന്ന് ഈ അഅറാബി പറയുകയാണ്. ആ അഅറാബി അത് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞു പാടി, യാ ഖൈറ മൻ ദുഫിനത് ഫിത്തുറുബി അഉദുമുഹു فطاب من طيبهن القاع واللكم أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم نفسي فداء لقبر أنت ساكنه
ونفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. കണ്ടോ ഈ അറാബി പാടുന്നു, നബിയേ യാ ഖൈറ മൻ ദുഫിനത് ഫി തുർബി അഅ്ദുമുഹു ഫതാബ മിൻ ത്വയ്ബിഹിന്നൽ ഫതാബ മിൻ ത്വയ്ബിഹിന്നൽ ഖാഉ വൽ അകമു. നബി തങ്ങൾ അങ്ങനെ വിളിക്കുകയാണ്, അഭിസംബോധനം ചെയ്യാം. യാ ഖൈറ മൻ ദുഫിനത് ഫി തുർബി അഅ്ദുമുഹു, മണ്ണിൽ അസ്ഥികൂടങ്ങൾ മറവു ചെയ്യപ്പെട്ട ശരീരങ്ങൾ മറച്ചുവെക്കപ്പെട്ടവരിൽ ഏറ്റവും അത്യുത്തരമരായവരേ. എന്താ മണ്ണിനടിയിൽ കിടക്കുന്ന മറവു ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും അത്യുത്തരമരേ, ഏറ്റവും അത്യുത്തമരേ. യാ ഖൈറ മൻ ദുഫിനത് യാ ഖൈറ മൻ ദുഫിനത് ഫി തുർബി അഅ്ദുമുഹു ഫതാബ മിൻ ത്വയ്ബിഹിന്നൽ ഖാഉ വൽ അകമു. ആ ശരീരത്തിന്റെ സുഗന്ധം കൊണ്ട്, ആ ശരീരത്തിന്റെ നറുമണം കൊണ്ട് നബിയേ അവിടെയുള്ള കുന്നുകളും അവിടെയുള്ള സമനിരപ്പായ ഭൂമികളും എല്ലാം സുഗന്ധമുള്ളതായി മാറിയിട്ടുണ്ട്, നല്ല നറുമണമുള്ളതായി മാറിയിട്ടുണ്ട്. ഫതാബ മിൻ ത്വയ്ബിഹിന്നൽ ഖാഉ വൽ അകമു, റൗളയുടെ തൊട്ടടുത്തുള്ള കുന്നുകൾക്കും അവിടെ മറഞ്ഞു കിടക്കുന്ന അവിടെ ഉള്ള നിരന്ന സ്ഥലങ്ങൾക്കും അതിനൊക്കെ നബിയെ വല്ലാത്ത മണമുണ്ട്. ആർക്കായി വാസന കിട്ടുക? ബഹുമാനപ്പെട്ട ഇമാം ബുസീരിയും പറഞ്ഞതാത് ലാ ത്വയ്ബ യഅ്ദിലു തുർബൻ. നബിയുടെ ശരീരത്തെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന ആ മണ്ണിനോട് കിടപിടിക്കുന്ന സുഗന്ധമില്ല ലോകത്ത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ, എന്നിട്ട് നമ്മൾക്ക് അവിടെ പോയിട്ട് സുഗന്ധം അനുഭവിക്കുന്നുണ്ടോ? അനുഭവിക്കണമെങ്കിൽ ആ മൂക്ക് വേണം, ആ മൂക്ക് തന്നെ വേണം, അല്ലെങ്കിൽ കിട്ടൂല. ജലദോഷമുള്ളവൻ സുഗന്ധം മണത്തിട്ട് മണമില്ല എന്ന് പറഞ്ഞത് അവന്റെ കുഴപ്പമല്ലേ? അവന്റെ മൂക്കിനാ കുഴപ്പം, സാധനത്തിന് മണമില്ലാത്തത് കൊണ്ടല്ല. അപ്പൊ അത് കിട്ടണമെങ്കിൽ ആ പവറിലേക്ക് നമ്മൾ ഉയരണം. പലർക്കും അത് കിട്ടിയിട്ടുണ്ട്. അല്ല, നബി തങ്ങളുടെ റൗദക്കകത്താണ് ഈ വാസന എന്ന് പറയുന്നവരുമുണ്ട്. പുറത്ത് തന്നെ കിട്ടിയ എത്രയോ മഹാന്മാരുണ്ട്, അവരിത് വല്ലാതെ ആസ്വദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായവുമായി വരുമ്പം ദാ ഇന്നീല അജിദു റീഹ യൂസുഫ്, യൂസുഫിന്റെ മണം എനിക്ക് കിട്ടുന്നു എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്. മറ്റുള്ളവർക്കൊന്നും അത് കിട്ടിയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇത്തരം പ്രയോഗങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിലുമുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് ഇതിനെയൊക്കെ വിമർശിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, അന്തന്നബിയുല്ലദി തുർജാ ശഫാഅതുഹു, റെക്കമെൻഡ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന നബിയാണ് നബിയേ നിങ്ങൾ. അന്തന്നബിയുല്ലദി തുർജാ ശഫാഅതുഹു ഇൻദസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. സിറാത്ത് പാലം കടക്കുമ്പോൾ ഞങ്ങളുടെ കാലുകൾ വഴുതി പോകുമ്പോൾ നബിയേ ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് മാത്രമാണുള്ളത്. ഈ അറാബി ഖബറിന്റെ അടുത്ത് വെച്ച് പാടുകയാണ്, അന്തന്നബിയുല്ലദി തുർജാ ശഫാഅതുഹു ഇൻദസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. എന്നിട്ട് അവിടുന്ന് പാടുന്നു, നഫ്സി ഫിദാഉൻ, എന്റെ ശരീരം വേണമെങ്കിൽ ദാനമാണ് നബിയേ. ബിഖബരിൻ അൻത സാകിനുഹു, നിങ്ങൾ അന്തി ഉറങ്ങുന്ന ഈ ഖബറിന് എന്റെ ശരീരം ഞാൻ തരാൻ തയ്യാറാണ്. നഫ്സി ഫിദാഉൻ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അതിലാണല്ലോ നബിയെ ചാരിത്ര ശുദ്ധിയുള്ളത്, അതിലാണല്ലോ നബിയെ ധർമ്മമുള്ളത്, അതിലാണല്ലോ നബിയെ ഔദാര്യമുള്ളത്. ആ ഖബറിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ച് പാടിയതാ. ആ അറാബി അത് പാടി. സുമ്മൻസറഫ, പിന്നെ അദ്ദേഹം തിരിച്ചു പോന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബാഹിലി റഹ്മഹുല്ലാ പറയുകയാണ്, ഫമാ ശകക്തു അന്നഹു റാഹ മഗ്ഫൂറൻ ലഹ്. ആയത്തോതി അല്ലാഹുവിന്റെ റസൂലിനോട് വിഷയം പറഞ്ഞിട്ടാ സങ്കടം പറഞ്ഞത്. അതുകൊണ്ട് എനിക്കുറപ്പാണ് അയാളുടെ പാപം പുറത്തിട്ടുണ്ട്, എനിക്കൊരു ലവലേശം സംശയമില്ല. കേട്ടോ നിങ്ങൾ? അതുകൊണ്ടാ നമ്മൾ പറഞ്ഞത്, ആഖിറത്തിന്റെ കാര്യം ചോദിച്ചാലും തരും, ദുനിയാവിന്റെ കാര്യം ചോദിച്ചാലും തരും. പക്ഷേ രണ്ടും ചോദിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് നമുക്ക് മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ. ഇനി വിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള മദ്ഹ് ഇതും കൂടെ പറയണമെന്ന് കരുതിയാ ഞാൻ എന്തായാലും ഈ പ്രസംഗത്തിൽ ഖുർആനിനെ കുറിച്ച് ഇമാം ബുസീരി പറഞ്ഞ ഭാഗങ്ങൾ എന്തായാലും കേൾപ്പിക്കണമെന്ന് കരുതിയതായിരുന്നു. കാരണം 5 കൊല്ലമായി ഇതിന്റെ ഖാദിമായി നടക്കുന്നത് കൊണ്ട് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് മഹാനായ ഇമാം ബുസീരി കേൾപ്പിച്ച വരികൾ എന്തായാലും കേൾപ്പിക്കണമെന്ന് മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല.
ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ആ അവസാന വരികൾ ചർച്ച ചെയ്യണം. അതിൻ്റെ മുമ്പ് ഖുർആൻ എന്തായാലും പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. 1-2 വരികളെങ്കിലും ഖുർആനിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് എടുക്കാം. ഏകദേശം ഒരു 8-9 വരികൾ ഖുർആനിൽ നിന്ന് പരാമർശിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നു, ഖുർആൻ പരാമർശത്തിൽ നിന്ന്, ഈ ഇമാം ബുസീരിയുടെ വരികളിൽ നിന്ന്. പക്ഷേ അതിന് സമയം കിട്ടിയില്ല. നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ട് ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, അലോട്ടഡ് സമയം അവസാനിച്ചതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അർഹമുർ-റഹീമായ തമ്പുരാൻ സാധുക്കളായ നമ്മുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ലഹറാത് ഉംദുഹൂറ നാരിൽ ഖിറാ ലൈലൻ അലാ അലമി ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു وَلَيْسَ يَنْقُصُ قَدْرًا غَيْرَ مُنْتَظِمٍ مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم വഅലമുമ്മത സയ്യിദിന വമൗലാന മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഒരുപാട് അമാനുഷിക കഴിവുകളെ കുറിച്ച് പറയുകയുണ്ടായി. അതിലേറ്റവും വലിയ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ കുറിച്ച് പറയണമെന്നായിരുന്നു ഇന്ന് കരുതിയിരുന്നത്. പക്ഷേ എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം തുടങ്ങി വെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണമല്ലോ. അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ തൻ്റെ ഖസീദത്തുൽ ബുർദയിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നബിതങ്ങൾ പ്രകടിപ്പിച്ച ഒരുപാട് അമാനുഷിക കഴിവുകൾ പറയുമ്പോൾ ഇത് ദഹിക്കാത്ത ഒരുപാട് ആളുകൾ സ്വാഭാവികമാണ്. അവരോടായി ഇമാം ബൂസീരി പറയുന്നു, ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ലഹറത് ളുഹൂറ നാരിൽ ഖിറാ ലൈലൻ അലാ അലമി ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു വലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. ഇങ്ങനെ തുടർന്ന് പാടുന്ന ഒരുപാട് വരികൾ ചർച്ച ചെയ്യണമെന്ന് കരുതിയിരുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ദഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾ വിട്ടേക്കുക. ദഅനി, നിങ്ങൾ എന്നെ വിട്ടേക്കുക. ദഅനി വവസ്ഫിയ ആയാതിൻ ലഹു ലഹറത്, ഹബീബിന്റെ പ്രകടമായ ഒരുപാട് മുഅ്ജിസത്തുകൾ ഞാൻ വർണ്ണിക്കുകയാണ്. എന്നെ വർണ്ണിക്കാൻ അനുവദിക്കുക. നിങ്ങൾ എന്നെ വിടുക, നിങ്ങൾ എന്നെ സ്വതന്ത്രനായി വിടുക. നിങ്ങൾ എനിക്കൊരിക്കലും നിയമങ്ങൾ, അതിർവരമ്പുകൾ നിശ്ചയിക്കരുത്. ഹബീബിനെ മദ്ഹ് ചെയ്യുന്നിടത്ത് ഇത്രയേ പറയാവൂ. ഞാൻ ഹബീബിനെ മദ്ഹ് ചെയ്ത് ഹബീബിലെ ആ വലിയ ആളത്വം കാണുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എനിക്കവിടെ പരിധി നിശ്ചയിക്കാൻ വരിക. അതൊരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് പരിധി നിശ്ചയിക്കാൻ വരരുത്. ഹബീബിന്റെ ജീവിതത്തിൽ ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടി ശ്രമിക്കരുത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ദൃഷ്ടാന്തങ്ങള്, ഒരുപാട് മുഅ്ജിസത്തുകള്, ആ മുഅ്ജിസത്തുകള് വളരെ പ്രകടമായ, പകൽ വെളിച്ചം പോലെ പ്രകടമായ മുഅ്ജിസത്തുകളാണ്. ളുഹൂറ നാരിൽ ഖിറാ ലൈലൻ അലാ അലമി, രാത്രി സമയത്ത് പർവ്വതത്തിന്റെ മുകളിൽ വിരുന്നു സൽക്കരിക്കാൻ എന്നോണം കത്തിക്കുന്ന തീയ് പ്രകടമാകുന്നത് പോലെ ഇതാ ഹബീബിന്റെ ഹബീബിന്റെ മുഅ്ജിസത്തുകൾ പ്രകടമായിരിക്കുന്നു. അറബികൾക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. കുന്നിന്റെ മുകളിൽ ആരാണോ വിരുന്നു സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നത് ആളുകളെ മുഴുവനും അങ്ങോട്ട് വരുത്താൻ വേണ്ടി കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി തീ മൂട്ടും. എന്തിന്? ഈ തീ കാണുമ്പോ, പുക പൊങ്ങുന്നത് കാണുമ്പം അവിടെ ആരോ
നമ്മളെ സൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന നിലക്ക് അതാ അതിലെ കോടിയടുക്കും ജനങ്ങളെല്ലാം ഇതിനുവേണ്ടി ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി തീ കത്തിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഇത് ആ രാജ്യത്ത് ആ സ്ഥലത്ത് എവിടെ തന്നെ ഏത് കുണ്ടിൽ നിന്ന് ഏത് കുഴിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന രൂപത്തില് ഉയർന്ന മലയിലായിരുന്നു ഈ തീ കത്തിച്ചിരുന്നത്. അതെടുത്തുകൊണ്ട് ആ ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി പറയുന്നത്, ഈ തീ എവിടെ നിന്നും നോക്കിയാൽ കാണാവുന്നത് പോലെ, അത് വെളിവാകുന്നത് പോലെ ഹബീബിന്റെ മുഅ്ജിസത്തുകൾ വളരെ പ്രകടമായ മുഅ്ജിസത്തുകളാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ആ പറയുന്ന മുഅ്ജിസത്തുകൾ നിങ്ങൾ പറയാൻ അനുവദിക്കുക. ഇതുവരെ പറഞ്ഞത്, ഇനി പറയാൻ പോകുന്ന വിശുദ്ധ ഖുർആനാകുന്ന മുഅ്ജിസത്ത് ഫദ്ദുറു യസ്ദാദു ഹുസ്നൻ വഹുവ മുൻതളിമു ഫലൈസ യൻഖുസു ഖദ്റൻ ഗൈറ മുൻതളിമി. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ എന്തേ ഞാൻ ഈ ബൈത്താക്കി, ഞാൻ ഈ കാവ്യരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയ ഈ മുഅ്ജിസത്തുകൾ മാത്രമാണോ വലിയ മുഅ്ജിസത്തുകൾ? ഒരിക്കലുമല്ല. അതുമാത്രമല്ല, പക്ഷേ ഞാൻ കവിതാരൂപത്തിൽ അതിനെ ഒരുമിച്ച് കൂട്ടാനുണ്ടായ കാരണം, മുത്തുകൾ ഒരു മാലയിൽ കോർക്കുമ്പോൾ ആ മുത്തുകൾക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്. മുത്തിന് വല്ലാത്ത സൗന്ദര്യമുണ്ട്, മുത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്. വഹുവ മുൻതളിമു, അതൊരു ചരടിൽ മാലയായി കോർക്കുമ്പോൾ മുത്തിന് വല്ലാത്ത ചന്തമുണ്ട്. എന്നാൽ മാലയായി കോർക്കാതെ മുത്തു മാത്രം ഒരു ഭാഗത്ത് ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ, ഒരു ഭാഗത്ത് വെച്ചാൽ മാലയിൽ കോർക്കാത്ത നിലയിൽ അതിനെ വേറിട്ട് വെച്ചാലും ഒരിക്കലും മുത്തിന്റെ ചന്തം കുറയുന്നില്ല, മുത്തിന് ബഹുമതി കുറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കവിതാരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയത് മാത്രമാണ് വലിയ മുഅ്ജിസത്തുകൾ എന്ന് കരുതണ്ട. ഇതല്ലാത്തതും വലിയ വലിയ മുഅ്ജിസത്തുകളാണ്. മാത്രമല്ല, ഞാൻ എന്തുകൊണ്ട് ചിലതിനെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി എന്ന് ചോദിച്ചാൽ, അത് കാണാൻ ഒരു ചന്തമുണ്ടാകും. മാലയിൽ കോർത്ത മുത്തുകളെ പോലെ പദ്യമായി ഇത് പാടുമ്പോൾ എന്തൊന്നില്ലാത്ത ഒരാനന്ദം, മനുഷ്യന്റെ ഹൃദയം ആനന്ദിക്കും, സ്വാഭാവികമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ ഒരുപാട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. ആ ഭാഗത്തിലേക്കൊന്നും കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാഫൽത കുല്ല മഖാമിൻ ബിൽഇളാഫതി ഇദ് നുദീത ബിർറഫ്ഇ മിസ്ലൽ മുഫ്റദിൽ അലമീ. ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഉന്നതികളും കീഴടക്കിയിരിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി പറയുന്നത്. ഖാഫദത കുല്ല മഖാമിൻ ബിൽഇളാഫ, മറ്റുള്ളവരിലേക്ക് നിങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പം, നബിയെ അങ്ങേക്ക് അല്ലാഹു നൽകിയ സ്ഥാനം ചേർത്ത് നോക്കുമ്പം, ആ സ്ഥാനത്തേക്ക് ചേർത്ത് നോക്കുമ്പം മറ്റുള്ളവരുടെ സ്ഥാനമൊക്കെ നിങ്ങൾ താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു നബിയെ. ഖഫൽത കുല്ല മഖാമിൻ ബിൽഇളാഫതി ഇദ് നുദീത ബിർറഫ്ഇ മിസ്ലൽ മുഫ്റദിൽ അലമീ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എപ്പോഴും ഉയർച്ച മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. ഇത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി അവതരിപ്പിക്കുന്നത് ഒരു ഗ്രാമറിക്കൽ തത്വത്തിലൂടെയാണ് ബഹുമാനപ്പെട്ടവർ ഇത് പറയുന്നത്. അതുകൊണ്ട് നബിയെ, ഇത് നൂദീത, നിങ്ങൾ വിളിക്കപ്പെട്ട സമയത്ത് മറ്റുള്ളവരുടെ സ്ഥാനമൊക്കെ വളരെ ചെറുതാണ്. ബിർറഫി, എപ്പോഴും ഉയർന്ന സ്ഥാനം കൊണ്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. റഫ്അ, അത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. മിസ്ലൽ മുഫ്റദിൽ അലമി, മുനാദ മുഫ്റദ് മഅരിഫയെ പോലെ. ഇത് പണ്ഡിതന്മാർക്ക് മാത്രമേ മനസ്സിലാകൂ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം പറയുകയാണ്. മുനാദ മുഫ്റദ് മഅരിഫ എപ്പോഴും ദമ്മിന്റെ മേൽ മബ്നിയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ അതിന് റഫ്അ എന്ന് പറഞ്ഞു എന്ന് മാത്രം. മുനാദ മുഫ്റദ് മഅരിഫയെ പോലെ എപ്പോഴും റഫ്ആൻ. മറ്റുള്ള മുനാദകൾക്കൊക്കെ നസ്ബാണെങ്കിൽ ഇതിന് റഫ്ആണല്ലോ കാണുന്നത്. അതേ രൂപത്തിൽ നബിയെ, മറ്റുള്ള അമ്പിയാക്കളുടെ സ്ഥാനവും നിങ്ങളുടെ സ്ഥാനവും നോക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനം അതെപ്പോഴും മർഫൂആൻ, ഉയർന്നു കാണുന്നു നബിയെ. മറ്റുള്ളവരുടേത് മഖ്ഫൂദാൻ, അത് താഴ്ന്നു കാണുന്നു നബിയെ. ഖഫൽത കുല്ല മഖാമിൻ ബിൽഇളാഫതി ഇദ് നുദീത ബിർറഫ്ഇ മിസ്ലൽ മുഫ്റദിൽ അലമീ. ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആശയങ്ങളും തുടർന്നൊരുപാട് വരികൾ, കാരണം ഈ 9 ദിവസം ചർച്ച ചെയ്തിട്ട് നമുക്കിവിടെയും ഇത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല.
അവസാനം ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ ഗുണഗണങ്ങളൊക്കെ ഈ സൽഗുണ സമ്പൂർണനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായുള്ള നമ്മൾ എന്തിനു ഭയപ്പെടണം? മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു, സന്തോഷിച്ചോളൂ. ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി. ബുശ്റാ ലനാ, നമുക്കാണ് സർവ്വവിധ സന്തോഷവും, നമുക്ക് സന്തോഷിക്കാനേ അവസരമുള്ളൂ. മഅ്ശറൽ ഇസ്ലാം, മുസ്ലിം സമൂഹമേ നിങ്ങൾ സന്തോഷിച്ചോ. ഇന്ന ലനാ മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി, ഒരിക്കലും പൊളിഞ്ഞു പോകാത്ത, ഒരിക്കലും തകരാത്ത ഒരു കുറ്റി, ഒരു തൂണ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ, നിങ്ങൾക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയ, നിങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ ഒരത്താണി നിങ്ങൾക്കുണ്ട്. ഇന്ന ലനാ മിനൽ ഇനായതി റുക്നൻ ഗൈറ മുൻഹദിമി, നിങ്ങളെ പരിഗണിക്കാൻ ഇതാ ഒരു വലിയ അത്താണിയുണ്ട്. പൊളിഞ്ഞു പോകാത്ത തരത്തിലുള്ള ഒരു അത്താണി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ അത്താണിയെ പിടിക്കുക, എങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ലെന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്നലെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഉദാഹരണങ്ങള്. ഞാൻ രണ്ടു വീട്ടിന്റെയും ആ സമൃദ്ധി എന്റെ ഹബീബിനോട് ചോദിച്ചിടത്തോളം കാലം എന്റെ ഹബീബ് എന്നെ നിരാശനാക്കിയിട്ടില്ല, എനിക്കത് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഇവിടെ പറഞ്ഞു, നമ്മൾ ഇന്നലെ വിശദീകരിച്ചു കഴിഞ്ഞു. രണ്ടു ലോകത്തെയും സമൃദ്ധി റസൂലുള്ളാഹി തങ്ങളെ മുൻനിർത്തി ചോദിച്ചതുകൊണ്ട്, ഹബീബിനോട് അപേക്ഷിച്ചതുകൊണ്ട് ഹബീബ് കൊടുത്തതിന് ഉദാഹരണവും പറഞ്ഞു, പാപം പുറത്തു കൊടുത്തതിന് ഉദാഹരണം പറഞ്ഞു. അത് ആഖിറത്തിലേക്കുള്ള സമൃദ്ധിയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി തന്റെ കൂട്ടുകാരുടെ ഇടയിൽ എന്നെ നീ മാനം കെടുക്കരുതേ എന്ന് ഇന്നലെ ആ മരുഭൂമിയിൽ നിന്ന് ആ സഹോദരൻ പറഞ്ഞത്, അബൂ അബ്ദുല്ലാഹിൽ അൻസാരി ഓർമ്മപ്പെടുത്തിയത്, എഴുതി വെച്ച ചരിത്രം, അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ചരിത്രം ഇന്നലെ നമ്മൾ സദസ്സിനെ കേൾപ്പിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലില് നിങ്ങൾക്ക് ഇരുലോക നേട്ടം നിങ്ങൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എല്ലാം സമർപ്പിക്കുക. ഇങ്ങനെ ഇന്ന് വന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുർദയുടെ അവസാന ഭാഗം, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദഹുലു ലിൽ ഹാദിസിൽ അമിനി എന്ന് തുടങ്ങിയ വരികൾ ചർച്ച ചെയ്യണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ മനഃപൂർവ്വം ഞാൻ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട്, നബിയെ ഞങ്ങൾക്ക് ആ ഭയാനകമായ മുസീബത്തുകൾ വരുന്ന നാളില്, നാളെ പരലോകത്ത് വെച്ച് ഞങ്ങൾക്ക് അഭയം തേടാനുള്ളത് ആരോടാണ്? നബിയെ ഞങ്ങൾക്ക് സഹായം അഭ്യർത്ഥിക്കാനുള്ളത് ആരോടാണ്? നബിയെ ഞങ്ങൾക്ക് പിടിക്കാനുള്ള അത്താണി നിങ്ങളാണല്ലോ നബിയെ. സൃഷ്ടികളിൽ അത്യുത്തമരായ നബിയെ നിങ്ങൾ മാത്രമാണ്. ആ നിങ്ങൾ എനിക്ക് അനുഗ്രഹം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്ക് അത് കിട്ടാതിരിക്കില്ല. എനിക്ക് തരുമ്പോഴേക്ക് അങ്ങയുടെ കയ്യിലുള്ള അനുഗ്രഹം തീരില്ല, മറ്റുള്ളവർക്കും അത് കൊടുക്കാനുണ്ടാകും. ഈ ഭൂമി നിങ്ങളുടേത്, ഈ ദുനിയാവ് നിങ്ങളുടേതാണ്, പരലോകം നിങ്ങളുടെ ധർമ്മത്തിന്റെ ചെറിയ ഒരു ഭാഗമാണ്. അല്ല, ലൗഹിലും കലമിലുമുള്ള വിവരം നിങ്ങളുടെ വിവരത്തിന്റെ ചെറിയ ഒരു ഭാഗമാണ്. ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തതുകൊണ്ട്, ശരീരമേ നീ ഒരിക്കലും നിരാശപ്പെടണ്ട എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം ശരീരത്തോട് പറയുകയാണ്. യാ നഫ്സു ലാ തഖ്നതി മിൻ സല്ലത്തിൻ അദുമത് ഇന്നൽ കബായിറ ഫിൽ ഗുഫ്റാനി കല്ലമനി. പാപാദിക്കും കൊണ്ട് നീ നിരാശയിലായി പോകണ്ട. പുറത്തു തരുന്ന വിഷയത്തിൽ വൻ പാപങ്ങൾ ചെറുദോഷങ്ങളെ പോലെയാണ്. അള്ളാഹുവിന് പൊറുക്കാൻ കഴിയാത്ത ഒരു ദോഷവുമില്ല. അതുകൊണ്ട് തന്നെ നീ എത്ര വലിയ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നിരാശപ്പെടണ്ട. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എന്ന്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവസാനം നബിതങ്ങളെ മദ്ഹ് ചെയ്ത് തുടങ്ങിയതെങ്ങനെയാണ് അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടങ്ങിയതെങ്ങനെയാ? അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മാസജ്തദം അൻസറാ
മിൻ മുഖ്ലത്തിൻ ബിദമി. യെരൂശലേമിലുള്ള നിന്റെ കൂട്ടുകാരെ ആലോചിച്ചിട്ടാണോ നീ ഈ ചെങ്കണ്ണീരൊഴിക്കുന്നത്? അന്ന് നമ്മൾ അതിന്റെ ഓരോ പദവും എടുത്ത് ചർച്ച ചെയ്തു. ഇന്ന് ഞാനത് പറഞ്ഞാൽ മാത്രം മതി. അവിടെ ജീറാൻ എന്ന് പ്രയോഗിക്കാൻ കാരണം നബിതങ്ങളെ മദ്ഹ് ചെയ്യുമ്പം അമിൻ തദക്കുരി ജാരിൻ ബിദി സലമി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അവിടെ ജീറാൻ എന്ന പ്രയോഗം നടത്തിയത് യെരൂശലേമിലുള്ള നിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുമ്പോ സുദ്ദീഖിനെ മാറ്റി നിർത്തിയിട്ട് നബിതങ്ങളെ ഓർക്കാൻ കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ മാറ്റി നിർത്തിയിട്ട് നബിതങ്ങളെ ഓർക്കാൻ കഴിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ മാറ്റി നിർത്തിയിട്ട് റസൂലുള്ളാഹിനെ ഓർക്കാൻ കഴിയില്ല. അലി ഇബ്നു അബീ താലിബിനെ മാറ്റി നിർത്തിയിട്ട് റസൂലുള്ളാഹിനെ ഓർക്കാൻ കഴിയില്ല. ലക്ഷോപലക്ഷം സ്വഹാബത്തിനെ മാറ്റി നിർത്തിയിട്ട് കഴിയില്ല. ആ തുടക്കം പോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി അവസാനിപ്പിക്കുന്നു. ആ ഒരൊറ്റ പരിപാടി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണം അവസാനം എല്ലാവരും സ്റ്റേജിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്നവർ ഈ ബറക്കത്ത് ആലോചിച്ച് നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ സദസ്സ് ഒട്ടും ഇനി പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റിയൊരവസ്ഥയിലല്ല. ഇന്നലെ വരെ നടന്ന ഖസീദത്തുൽ ബുർദയുടെ പഠന പ്രഭാഷണം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, കേൾക്കണം. കാരണം ബുർദ വലിയൊരു ലോകമാണെന്നെങ്കിലും ബോധ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് സുമർരിദാ അന്നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സ്വഹാബാ കിറാമിനെ മദ്ഹ് ചെയ്ത് ആണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതും കൂടെ പറയണമെന്ന് കരുതിയതായിരുന്നു. തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവരും നമ്മൾ ഇത്രയും ദിവസം ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി രചിച്ച ബുർദയുടെ ആശയതലങ്ങളാണ് പറഞ്ഞത്. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ വാക്കുകളിൽ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരിയുടെ ബുർദയുടെ മഹത്വത്തോട് യോജിക്കാത്ത വല്ല വ്യാഖ്യാനങ്ങളും വന്നുപോയെങ്കിൽ നീ പൊരുത്തപ്പെടണേ റഹ്മാനെ.